ഹേ ഗൈസ്, അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്ന മൂവി 2026 ഒരു സൈഫൈ ആക്ഷൻ ത്രില്ലർ മൂവിയായിട്ട് പുറത്തിറങ്ങിയ വാർ മെഷീൻ എന്ന് പറഞ്ഞൊരു മൂവിയാണ് നമ്മളിന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കൂടുതലായിട്ടും വേറൊന്നും പറയുന്നില്ല. ആദ്യം മുതൽ അവസാനം വരെ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. അധികം താമസിക്കാതെ നമുക്ക് നേരെ സ്റ്റോറിയിലേക്ക് പോവാം. കഥയുടെ തുടക്കത്തിലെ അഫ്ഗാനിസ്ഥാനിലെ ഒരു പ്രദേശം, അവിടെ നിർത്തിയിട്ടിരിക്കുന്ന കുറച്ച് ആർമി വണ്ടികൾ. എന്താന്ന് വെച്ചാൽ അതിലൊരു വണ്ടിക്ക് എന്തോ ഒരു എൻജിൻ പ്രോബ്ലം വന്നിട്ട് അതിപ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ കഴിയാതെ അവിടെ നിർത്തിയേക്കാണ്. അങ്ങനെ എല്ലാവരും അവിടെ വെയിറ്റ് ചെയ്യുമ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് അവിടേക്ക് മറ്റൊരു സർജന്റ് വന്നിറങ്ങുന്നു. അങ്ങനെ ആ സർജന്റ് അവിടേക്ക് നടന്നു വന്ന് ഇതാര് കാരണമാണ് സംഭവിച്ചത് എന്ന് ചോദിക്കുമ്പോൾ മറ്റൊരു പട്ടാളക്കാരൻ ഇറങ്ങി വരുമ്പോഴത്തേക്കും ഇവിടേക്ക് വന്ന ഒരാൾ നേരെ വന്നിട്ട് അവനായിട്ട് വഴക്കുണ്ടാക്കുകയാണ്. പിന്നീടാണ് നമുക്ക് മനസ്സിലാവുന്നത് ഇവർ രണ്ടുപേരും സഹോദരങ്ങളാണ്. അതുപോലെ ഇപ്പോൾ വന്ന ഒരു സർജന്റ് ഉണ്ടല്ലോ, അതാണ് നമ്മുടെ ഈ മൂവിയിലെ ഹീറോ. അപ്പോൾ ഹീറോ ഈ ആർമിയിലൊരു മെക്കാനിക്കാണ്. അങ്ങനെ ഈ വണ്ടി എന്താണ് പ്രശ്നമെന്ന് അറിയാൻ വേണ്ടി അതിനടിയിലേക്ക് കയറിയിട്ട് അതിനുള്ള ആ ഒരു പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കുന്നു. അങ്ങനെ ഈ വണ്ടി ശരിയായിക്കൊണ്ടിരിക്കുമ്പോൾ ഹീറോയുടെ സഹോദരൻ ഹീറോയുടെ ഒരു കാര്യം പറയുന്നുണ്ട്. ജോണിലെ ഒരു റേഞ്ചർ അസാസമെന്റ് സെലക്ഷൻ ഉണ്ട്, അതിനെ റാസ്പ് എന്നാണ് പറയുന്നത്. അതിൽ ഹീറോയോട് വരാൻ പറയുമ്പോഴത്തേക്കും ഹീറോയ്ക്ക് അതിലേക്ക് പോകാനായിട്ട് താല്പര്യമില്ല. വേണമെന്നുണ്ടെങ്കിൽ നീ ടോമിയെ കൊണ്ടുപോകാൻ പറയും. പക്ഷേ ഹീറോയ്ക്ക് ഈ റേഞ്ചർ ആവാനായിട്ട് വലിയ താല്പര്യമില്ല. കാരണം ഈ റേഞ്ചർ സെലക്ഷനിൽ പോകണമെന്നുണ്ടെങ്കിൽ തന്നെ അത്രയും സ്കില്ല് വേണം, നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരാളായിരിക്കണം. ഇങ്ങനെ പല കാര്യങ്ങളുണ്ട്. കുട്ടിക്കാലം മുതൽ എന്നെ ഇവർ ആഗ്രഹിച്ചതാണ് ആർമിയിൽ വരണമെന്ന്. വേറെ ആഗ്രഹങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്നിരുന്നാലും ഹീറോയുടെ സഹോദരനി റേഞ്ചർ ആവാനാണ് ആഗ്രഹം. അപ്പോൾ അതിനെപ്പറ്റിയെല്ലാം ഹീറോയോട് പറയുമ്പോൾ ഹീറോ പറയും, ഇല്ല മോനെ, എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ട് ഓക്കെ നിങ്ങളുടെ വണ്ടി ശരിയാക്കിയിട്ടുണ്ട് പോകാനായിട്ട് പറഞ്ഞ് ഹീറോ തിരിച്ച് തൻ്റെ വണ്ടിയുടെ അടുത്തേക്ക് നടന്നു പോകുമ്പോൾ പെട്ടെന്നൊരു മിസൈൽ വന്ന് അതിലൊരു വണ്ടിയൊക്കെ പൊട്ടിത്തെറിക്കുകയാണ്. ഇവരെത്ര ഡിഫെൻഡ് ചെയ്യാൻ ശ്രമിച്ചിട്ടും അവരെ കൊണ്ട് കഴിയുന്നില്ല. അവിടെയുള്ള എല്ലാ വണ്ടികളിലും മിസൈൽ വന്ന് പതിച്ചിട്ട് ഇപ്പം അവസാനം ആ കൂട്ടത്തിൽ രക്ഷപ്പെടുന്ന ഒരേ ഒരാൾ ഹീറോ മാത്രമാണ്. അവൻ്റെ കാലിലാണെങ്കിലോ ഒരു ഇരുമ്പ് തറച്ചിരിക്കുന്നതും അതങ്ങനെ വലിച്ചൂരിയിട്ട് ഇപ്പം അവിടെ നിന്ന് എഴുന്നേറ്റ് പതിയെ തൻ്റെ സഹോദരനെ അന്വേഷിച്ച് ആ കൂട്ടത്തിൽ നോക്കുമ്പോൾ അവൻ മരിക്കാറായിട്ടുള്ള അവസ്ഥയിൽ കിടക്കുന്നു. പെട്ടെന്ന് അവനെ വന്ന് വിളിക്കുന്നതും ഹീറോ കണ്ണുറക്കാണ്. അത് ഒരു വണ്ടിയുടെ അകത്തിരുന്നിട്ട് ഇപ്പം ഈ വണ്ടിയിലുള്ള ഒരു പട്ടാളക്കാരൻ പറയുന്നുണ്ട്, അടുത്ത 5 മിനിറ്റിനുള്ളിൽ വണ്ടി ഉടനെ ബേസിലേക്ക് എത്തും എന്ന് പറഞ്ഞിട്ട് അവസാനം ആ ഒരു ബസ് ഓടിക്കയറുന്നത് 75ാമത്തെ റേഞ്ചർ അസാസ്മെന്റ് സെലക്ഷൻ പ്രോഗ്രാം ഉണ്ടല്ലോ ആ സ്ഥലത്തേക്കാണ്. അപ്പോൾ ഈ സെലക്ഷനിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ടാണ് ഹീറോ ഇപ്പോൾ ഇവിടേക്ക് വന്നിട്ടുള്ളത്. അതിന് കാരണം വേറെ ഒന്നുമല്ല, തൻ്റെ സഹോദരൻ മരിച്ചതിന് ശേഷം അവൻ്റെ ആ ഒരു ആഗ്രഹം പൂർത്തിയാക്കണം. ഈ സെലക്ഷനിൽ പങ്കെടുത്ത് അതിൽ വിൻ ചെയ്യണം. അങ്ങനെ ആ ഒരു ക്യാമ്പിനുള്ളിലേക്ക് എല്ലാവരും വന്നതിന് ശേഷം ഇപ്പം അവരെല്ലാവരെയും നിർത്തിയിട്ട് ഇനി മുതൽ അവർക്ക് പേരില്ല, അവർക്കെല്ലാവർക്കും ഓരോ നമ്പറുകളാണ് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ഈ നമ്പറിലായിരിക്കും ഞാനും ഇനി ഓരോരുത്തരായിട്ട് പറയാൻ പോകുന്നത്. അതുകൊണ്ട് നിങ്ങളൊന്ന് നോക്കി വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. അപ്പോൾ ഇതിന് മെയിൻ കഥാപാത്രങ്ങൾ ഇതേ നമ്പർ 44 ഈ ഒരു പെണ്ണ്, അതേപോലെ തന്നെ നമ്പർ 7, നമ്പർ 15 ഇവനാണെങ്കിലോ 2ാമത്തെ തവണയാണ് ഈ സെലക്ഷന് പങ്കെടുക്കുന്നത്. അതേപോലെ തന്നെ നമ്പർ 111, 122 ആ കണ്ണാടിയിട്ടവൻ. ഇപ്പം അവസാനമായിട്ട് നമ്മുടെ ഹീറോ ആണെങ്കിലോ 4 തവണ ഇതിൽ അപ്ലൈ ചെയ്തിട്ട് ഈ മെഡിക്കൽ ടെസ്റ്റിൽ പാസ്സായിട്ടില്ല. അതുകൊണ്ട് തന്നെ 4 തവണയും റിജക്റ്റ് ആയിപ്പോയി. പക്ഷേ ഇപ്പോൾ ഏജ് ലിമിറ്റ് ഉള്ളതുകൊണ്ട് അതുമല്ല ഹീറോയെ ടീം ലീഡറായിട്ട് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ഫോമിലുള്ളത്. അപ്പോൾ അതിന് താല്പര്യമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് താല്പര്യമില്ല എന്ന് പറയും. അപ്പോൾ ഹീറോയുടെ നമ്പർ 81. അങ്ങനെ അത് കഴിഞ്ഞിട്ട് എല്ലാവരെയും ഒരു ഗ്രൗണ്ടിലേക്ക് നിർത്തി ഇതിനെപ്പറ്റിയുള്ള കൂടുതൽ കാര്യങ്ങൾ പറയാണ്. 8 ആഴ്ചത്തെ ഒരു പരിശീലന ക്യാമ്പാണിത്. അതിൽ യുദ്ധത്തിൽ പങ്കെടുത്തവരും ഉണ്ടാവും, ആദ്യമായിട്ട് ഇതിനെപ്പറ്റി ഒന്നും അറിയാത്തവരും ഈ കൂട്ടത്തിലുണ്ടാവും. ഈ സ്ഥലത്ത് അവർ ശാരീരികമായിട്ടും മാനസികമായിട്ടും അത്രയും ഉറപ്പുള്ളവരായിരിക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ ഓരോ പരിശീലനം കഴിയുന്തോറും ഓരോരുത്തരായിട്ട് പുറത്താകും. അങ്ങനെ ഈ ഒരു ക്യാമ്പിൽ നിന്ന് തുടങ്ങുന്ന ആ ഒരു പ്രോഗ്രാമിലെ ഏറ്റവും അവസാനം ജയിക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ഫിനിഷിംഗ് ലൈൻ ഉണ്ട്, അവിടെ വരണം. അങ്ങനെയാണെങ്കിലേ ഇവരിതിൽ പൂർണ്ണമായിട്ടും വിജയിക്കത്തുള്ളൂ. ആ ഒരു ട്രെയിനിങ്ങിന്റെ പേര് തന്നെ ഡെത്ത് മാർച്ച് എന്നാണ്. അങ്ങനെ ആ ഒരു പരിശീലനത്തിന്റെ ആദ്യഘട്ടം തുടങ്ങി. ഓരോ ഘട്ടങ്ങളും വളരെ കഠിനമായിട്ടുള്ളതാണ്. അത്രയും പരിശ്രമിച്ചാൽ മാത്രമേ ഓരോന്നിലും വിജയിക്കാൻ കഴിയത്തുള്ളൂ. ഇപ്പം ആദ്യഘട്ടം കഴിയുമ്പോഴത്തേക്കും കുറച്ചുപേരെ സെലക്ട് ചെയ്തിട്ട് അവരെ എല്ലാവരെയും വീട്ടിലേക്ക് പറഞ്ഞു വിടുന്നു. കാരണം അവരതിൽ സെലക്ട് ആയിട്ടില്ല. അത് കഴിഞ്ഞ് 2ാമത്തെ ആഴ്ചത്തെ ആ ഒരു പരിശീലനം തുടങ്ങുന്നു. ഇതിലെ പുള്ളപ്പ്, അതേപോലെ ഈ വെള്ളത്തിനടിയിൽ ശ്വാസം പിടിച്ച് നിൽക്കുക, അതേപോലെ തന്നെ വെള്ളത്തിനടിയിലൂടെ നടക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇതിലെല്ലാം കുറച്ച് മുന്നിട്ട് നിൽക്കുന്നത് നമ്മുടെ ഹീറോ മാത്രമാണ്. അപ്പോൾ ബാക്കിയുള്ള സർജന്മാരോട് പറയുന്നുണ്ട്, ആദ്യ പകുതി കഴിയുമ്പോഴത്തേക്കും ഇനി എളുപ്പമാണെന്ന് നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത്, ഇനിയാണ് അതികഠിനമായിട്ട് വരാൻ പോകുന്നത്. അതുകൊണ്ട് എല്ലാവരും തയ്യാറായിട്ടിരിക്കണമെന്ന് വണ്ടിയിൽ വിളിച്ചു പറഞ്ഞുകൊണ്ട് തന്നെ പോകുന്നു. അപ്പോൾ എല്ലാത്തിലും നമ്മുടെ ഹീറോ ഫസ്റ്റ് വരുന്നത് കൊണ്ട് തന്നെ
ഇവർ കുറച്ച് അതിശയത്തോടെയാണ് നോക്കുന്നത്. ചിലരാണെങ്കിലോ ഹീറോയെ കളിയാക്കുകയും ചെയ്യുന്നുണ്ട്. അതുമല്ല, എല്ലാവരും ആഹാരം കഴിക്കുമ്പോഴും ഒരു ടീമായിട്ട് ഒരിക്കലും ഹീറോ ഇരിക്കത്തില്ല. അവൻ ഒറ്റയ്ക്കാണ് ഇരിക്കുന്നത്, ആരോടും അങ്ങനെ അധികം കൂട്ടുകൂടാതെ. അങ്ങനെ അത് കഴിഞ്ഞിട്ട് അടുത്തൊരു ഘട്ടം എത്തുമ്പോഴത്തേക്കും ഓരോ സോൾജിയേഴ്സും ഏതൊക്കെ സ്ഥലത്തു നിന്നാണ് വന്നിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ ചോദിക്കും. അപ്പോൾ ഓരോരുത്തരും വന്ന ആ ഒരു മേഖലകൾ ഏതൊക്കെയാണെന്ന് പറയുമ്പോൾ നമ്മുടെ ഹീറോയുടെ അടുത്തേക്ക് എത്തുമ്പോഴത്തേക്കും അവൻ പറയും അവനൊരു എഞ്ചിനീയർ ആണെന്നും, ഇതേപോലെ അഫ്ഗാനിസ്ഥാനിലെ ആ ഒരു സ്ഫോടനം നടന്നല്ലോ അവിടെ നിന്നാണ് ഇപ്പോൾ വരുന്നതെന്ന് പറയുമ്പോഴത്തേക്കും എല്ലാവരും അവനെ നോക്കുന്നു. കാരണം അവിടെ മരിച്ച ഒരുപാട് പട്ടാളക്കാരിൽ നിന്ന് രക്ഷപ്പെട്ട ഒരേ ഒരാൾ അത് ഹീറോ മാത്രമാണ്. അതുമല്ല, അവിടെ ചെയ്ത എന്തോ ഒരു കാര്യത്തിന് ഹീറോയ്ക്ക് ഒരു മെഡലും കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവരെല്ലാവരും കുറച്ച് അത്ഭുതത്തോടെയും അതേപോലെ തന്നെ ഒരു ഹീറോയെ പോലെയാണ് നമ്മുടെ ഹീറോയെ കാണുന്നത്. കാരണം അത്രയും വലിയൊരു കാര്യം അവിടെ ചെയ്തിട്ടാണല്ലോ വന്നിട്ടുള്ളത്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ആഹാരം കഴിക്കുന്നിടത്ത് ഇവരെല്ലാവരും സംസാരിക്കുന്നത് കൊണ്ട് തന്നെ നമ്പർ 15 സംസാരിച്ചത് കൊണ്ട് തന്നെ ബാക്കി എല്ലാവർക്കും ശിക്ഷ കൊടുക്കാണ് ഒരു മല കയറണമെന്ന് പറഞ്ഞിട്ടുള്ളൊരു ടാസ്ക്. അത് കാരണം ബാക്കിയുള്ള എല്ലാവരും നമ്പർ 15നെ വഴക്കും പറയുന്നു. അങ്ങനെ അത് കഴിഞ്ഞ് ഈ പരിശീലനങ്ങളുടെ പല ഘട്ടങ്ങളായിട്ട് കഴിഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ഓരോന്നിലും നമ്മുടെ ഹീറോ ജയിച്ചു വരുന്നു. അതിലെ വിജയിക്കാത്ത സോൾജേഴ്സിനെ അവിടെ നിന്ന് പറഞ്ഞു വിടുന്നുണ്ട്. അങ്ങനെ അവസാനം ഒരു സ്വിമ്മിംഗ് പൂളിനുള്ളിൽ ഇത്ര കിലോ വെയിറ്റും തൂക്കി അതിനുള്ളിലൂടെ നടന്നു പോകണം. അതിൽ ഫസ്റ്റ് എത്തുന്ന ആരാണ് അവരാണ് ഇതിൽ ജയിക്കാൻ പോകുന്നത്. അങ്ങനെ ആ ഒരു പരിശീലനം നടക്കുമ്പോൾ ഹീറോ വെള്ളത്തിലേക്ക് ചാടിയിട്ട് ഇപ്പോൾ എല്ലാവരും നടന്നു പോവാണ്. കുറച്ചു ദൂരം നടക്കുമ്പോൾ തന്നെ കൂടെയുള്ളവർക്ക് ശ്വാസം കിട്ടാതെ അവർ പെട്ടെന്ന് വെയിറ്റും താഴെ കളഞ്ഞ് മുകളിലേക്ക് നീന്തി കയറും. പക്ഷേ ഹീറോ മാത്രം ഒറ്റയ്ക്ക് അങ്ങനെ നടന്നു പോവാണ്. അത് നടന്നു പോകാൻ കാരണം എന്താണ്? അവൻ്റെ സഹോദരന് സംഭവിച്ച ആ ഒരു കാര്യമുണ്ടല്ലോ, അത് വീണ്ടും ആലോചിക്കുന്നു. എന്താണെന്ന് കാണിക്കുമ്പോൾ അന്ന് തൻ്റെ സഹോദരൻ പരിക്കുപറ്റിയോടെ കിടക്കുമ്പോഴത്തേക്കും ഹീറോ അവനെ തോളിൽ ചുവന്ന് അവൻ്റെ വയ്യാത്ത കാലും വെച്ച് അവനെ തോളിൽ ചുവന്ന് അവിടെ നിന്ന് നടക്കും. കുറേ ദൂരം നടന്നിട്ട് തൻ്റെ സഹോദരനോട് പറയുന്നുണ്ട്, ഹേയ് ഒരിക്കലും വീഴരുത്, നമ്മളിപ്പോൾ തന്നെ എത്തും, പിടിച്ചെടുക്കെന്ന് പറയുന്നുണ്ടെങ്കിലും കുറച്ച് ദൂരം ചെല്ലുമ്പോൾ ഹീറോയുടെ ബോധം പോയിട്ട് താഴെ വീഴാണ്. പിന്നെ ആ ഒരു സഹോദരൻ എന്താണ് സംഭവിച്ചത് എന്ന് നമുക്ക് കാണിച്ചു തരുന്നില്ല. അങ്ങനെ ഇത്രയും കാര്യങ്ങൾ ആലോചിച്ച് ഹീറോ നടന്ന് മുന്നിലേക്ക് പോകുമ്പോൾ പെട്ടെന്ന് അവൻ്റെയും ശ്വാസം നിലച്ചു. ഇപ്പൊ കയ്യിൽ നിന്ന് ആ ഒരു വെയിറ്റ് താഴെ വീഴുന്നതും ഹീറോ മുകളിലേക്ക് പൊങ്ങി വീഴുമ്പോൾ ബാക്കിയുള്ള പട്ടാളക്കാരെ വെള്ളത്തിലേക്ക് ചാടിയിട്ട് അവനെ പൊക്കിയെടുത്ത് കരയിലേക്ക് കൊണ്ടുവന്ന് അവന് CPR കൊടുക്കാണ്. അങ്ങനെ കൊടുത്ത് കുറച്ച് കഴിയുമ്പോൾ തന്നെ ഹീറോ ജീവനോടെ തിരിച്ചു വരുന്നുണ്ട്. അവനൊരു കുഴപ്പം സംഭവിച്ചില്ല. അപ്പൊ ഇത് കണ്ട അവിടുത്തെ പ്രധാന ഉദ്യോഗസ്ഥരുണ്ടല്ലോ, അവര് രണ്ടുപേരും ഹീറോയെ അവരുടെ ഓഫീസിലേക്ക് വിളിക്കും. അങ്ങനെ ആ ഓഫീസിന് വെളിയിൽ ഹീറോ വെയിറ്റ് ചെയ്യുമ്പോഴത്തേക്കും അവിടുത്തെ TV-യിൽ ഒരു ന്യൂസ് കാണിക്കുന്നു. എന്താണെന്ന് വെച്ചാൽ ഭൂമിയുടെ അന്തരീക്ഷത്തിൽ എന്തോ ഒരു ഉൽക്ക പോലെ ഒരു കാര്യം കണ്ടുപിടിച്ചെന്നും അത് കുറേ നാളായിട്ട് ഭൂമിയുടെ അടുത്തൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണെന്നെല്ലാം ന്യൂസിൽ പറയുന്നുണ്ട്. അങ്ങനെ ഹീറോയെ അകത്തേക്ക് കൊണ്ടുവന്നിട്ടാണ് ആ ഓഫീസേഴ്സ് പറയുന്നത്, നീ ഫിസിക്കലായിട്ട് നല്ല സ്ട്രോങ് ആയിട്ടുള്ള എല്ലാ ടെസ്റ്റുകളിലും നീ മുൻപന്തിയിൽ തന്നെ പാസ്സായിട്ടും വരുന്നുണ്ട്. പക്ഷേ മാനസികമായിട്ട് നീ ഒരിക്കലും സ്ട്രോങ് അല്ല. കാരണം നിനക്കൊരു ഗ്രൂപ്പില്ലാതെ നീ ഒറ്റയ്ക്കാണ് ഇരിക്കുന്നത്, മറ്റാരോടും അധികം അങ്ങനെ മിണ്ടാറില്ല. ഇതിനെല്ലാം കാരണം എന്താണെന്ന് ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് നിന്നെപ്പോലെ ഒരാളെ ഒരിക്കലും ഒരു ലീഡറായിട്ട് മുന്നേ കൊണ്ടുപോകാനായിട്ട് ഒരിക്കലും കഴിയത്തില്ല. അതുകൊണ്ട് നിന്നെ ഈ സെലക്ഷനിൽ നിന്നും റിജക്റ്റ് ചെയ്തേക്കാണ്. നീ ഇവിടെ നിന്ന് പോകണം. അങ്ങനെ പോയി കഴിഞ്ഞാൽ നിനക്ക് വേറെ എവിടെയും കയറാൻ കഴിയത്തില്ല. അതിന് പകരം നീയായിട്ട് തന്നെ ഈ പേപ്പറിൽ ഞാൻ ഇവിടെ നിന്ന് പോവാണ് എന്ന് സൈൻ ചെയ്ത് തന്നു കഴിഞ്ഞാൽ അതായിരിക്കും കുറച്ചുകൂടി നല്ലത്. നിനക്ക് തന്നെ അറിയാം, നീ ഒരു എഞ്ചിനീയർ ആണ്. എത്ര പവർഫുൾ ആയിട്ടുള്ളൊരു മെഷീനാണെങ്കിലും അതിനൊരു പരിധിയുണ്ട്. അത് കഴിഞ്ഞ് ഒരിക്കലും ആ മെഷീന് പ്രവർത്തിക്കാനായിട്ട് കഴിയത്തില്ല. അപ്പോൾ ഹീറോ റാസ്പിൽ ചേരാൻ തന്നെ വന്നത് തൻ്റെ സഹോദരന് വേണ്ടിയിട്ടാണ്. അതുകൊണ്ടാണ് ഒരുപാട് തവണ റിജക്റ്റ് ചെയ്തിട്ടും വീണ്ടും ആപ്ലിക്കേഷന് കൊടുത്ത് ഇപ്പോൾ ഇതിൽ സെലക്ട് ആയത്. അപ്പോൾ അവന് ഒരിക്കലും അതിൽ നിന്നും പിരിഞ്ഞു പോകാനായിട്ട് കഴിയത്തില്ല. അതുകൊണ്ട് ഹീറോ എഴുന്നേറ്റ് അവരോട് പറയും, സോറി സാർ, എനിക്കിപ്പോൾ പരേഡിൽ പങ്കെടുക്കേണ്ടതുണ്ട്, ഞാൻ പോയിക്കോട്ടെ എന്ന് ചോദിക്കുമ്പോൾ അവർക്ക് മനസ്സിലായി ഹീറോ ഒരിക്കലും ഇതിൽ നിന്ന് പിന്മാറത്തില്ല എന്ന്. അതുകൊണ്ട് അവർ പറയും, നിന്നെ എന്തായാലും ടീം ലീഡറായിട്ട് നിയമിക്കാൻ പോവാണ് എന്നും പറഞ്ഞ് അത് കഴിഞ്ഞ് ഹീറോ നേരെ പരേഡിലേക്ക് പോയി നിൽക്കുമ്പോൾ ഇവരുടെ കൂട്ടത്തിൽ നിന്ന് കുറച്ചുപേരെ സെലക്ട് ചെയ്ത് അവരിപ്പോൾ പരാജയപ്പെട്ടതുകൊണ്ട് എല്ലാവരെയും വീട്ടിലേക്ക് പറഞ്ഞു വിടുന്നു. അതിൽ നമ്മുടെ ഹീറോയെയും എന്തായാലും സെലക്ട് ചെയ്യും. അവർ പറഞ്ഞു വിടത്തില്ല. അപ്പോൾ അതിൽ 109, 57, 44, 81 ഇങ്ങനെ കുറച്ച് സർജന്മാരുണ്ട്. അവരോടൊപ്പമാണ് നമ്മുടെ ഹീറോ ഉള്ളത്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇവർക്ക് ഫസ്റ്റ് ടാസ്ക് കൊടുക്കുകയാണ്. ശത്രുക്കളുടെ സ്ഥലത്ത് തകർന്നു വീണ ഒരു എയർക്രാഫ്റ്റ്, അതിൽ നിന്നും പൈലറ്റിനെ രക്ഷിച്ച് ഇവിടേക്ക് കൊണ്ടുവരണം. ഇപ്പോൾ 2 ഹെലികോപ്റ്ററിലായിട്ട് ശത്രുക്കളുടെ ആ ഒരു സ്ഥലത്തേക്ക് നിങ്ങളെ കൊണ്ടിറക്കും. എയർക്രാഫ്റ്റ് കണ്ടുപിടിക്കേണ്ടത് നിങ്ങളുടെ ചുമതലയാണ്. അതേപോലെ എയർക്രാഫ്റ്റ് ഒരിക്കലും ശത്രുക്കളുടെ കയ്യിലും കിട്ടരുത്. അത് തകർക്കാനായിട്ടുള്ള കുറച്ച് വെടിമരുന്നുകൾ നിങ്ങളുടെ കയ്യിൽ തരും. അതേപോലെ തന്നെ ബന്ദിയാക്കി വെച്ചേക്കുന്ന പൈലറ്റിനെ കണ്ടുപിടിക്കണം. നിങ്ങളുടെ തൊക്കിൽ ബുള്ളറ്റ് ഉണ്ടാവത്തില്ല, അതുകൊണ്ട് ഷൂട്ട് ചെയ്യാൻ കഴിയത്തില്ല. പക്ഷേ എപ്പോൾ വേണമെങ്കിലും മറിഞ്ഞിരുന്നുള്ള ഒരു അറ്റാക്ക് നിങ്ങൾ പ്രതീക്ഷിക്കണം.
നിങ്ങൾക്ക് ഈ സ്ഥലമായിട്ട് കോൺടാക്ട് ചെയ്യാൻ വേണ്ടി ദേ ഒരു റേഡിയോ നിങ്ങളുടെ കയ്യിലുണ്ട്. ഈ ടീമിൻ്റെ ഒരു ഒറ്റ എണ്ണം മാത്രമേ ഉണ്ടാകത്തുള്ളൂ. ബാക്കിയെല്ലാം നിങ്ങൾ തന്നെ കൈകാര്യം ചെയ്യണം. എന്നിട്ട് ഇവരുടെ ടീം ലീഡറിനെ സെലക്ട് ചെയ്യുന്നു. അത് അസിസ്റ്റന്റ് ടീം ലീഡറാണ്. അത് നമ്പർ 7 ദേ ഇവനാണ്. അത് ഇവിടെ തന്നെ മെയിൻ ലീഡർ ആരാണെന്ന് വെച്ചാൽ അത് നമ്മുടെ ഹീറോ. കാരണം അവനെ മാനസികമായിട്ട് സ്ട്രോങ് ആക്കാൻ വേണ്ടി ഈ ഓഫീസേഴ്സ് മനഃപൂർവ്വം അവനെ ടീം ലീഡറായിട്ട് സെലക്ട് ചെയ്യുന്നതാണ്. അങ്ങനെ ഇത് മനസ്സിലാക്കിയ ഹീറോ ആണെങ്കിൽ ഒരു കുഴപ്പമില്ലാതെ ആ ഒരു ടീമിനോടൊപ്പം പോകുന്നു. അപ്പോൾ 2 ഹെലികോപ്റ്ററിലായിട്ട് ഇവരെ ആ ബേസിൽ നിന്നും ആ എയർക്രാഫ്റ്റ് തകർന്നു കിടക്കുന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോവാണ്. അപ്പോൾ ഇവിടെ നിന്ന് കുറേ ദൂരം യാത്ര ചെയ്തിട്ട് വേണം അവിടെ എത്താൻ വേണ്ടി. അവിടെ നിന്ന് തിരിച്ച് ഈ ബേസ് ക്യാമ്പിലേക്ക് അല്ലെങ്കിൽ ആ ഒരു ഫൈനൽ ലൈനിലേക്ക് വരിക എന്നുള്ളത് കുറച്ച് പാടുള്ള കാര്യമാണ്. അങ്ങനെ അവസാനം എല്ലാവരെയും അവിടേക്ക് കൊണ്ടു നിർത്തുന്നതും എല്ലാവരും കയറ് വഴി താഴേക്ക് ഇറങ്ങുന്നു. അപ്പോൾ അവർ 2 ഹെലികോപ്റ്ററും അവിടെ നിന്ന് പോയതിനു ശേഷം ആ മലയുടെ മുകളിൽ നിന്നും ഇവരെല്ലാവരും നേരെ പോകുന്നത് അടുത്തുള്ള കാടിനുള്ളിലേക്ക്. അപ്പോൾ ഇവരോടൊപ്പം ആകെയുള്ളതൊരു ലേഡി മാത്രമാണ്. അവളുടെ നമ്പറാണ് 44. അങ്ങനെ അവിടെ നിന്നും എല്ലാവരും സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ഹീറോ ഇനി പോകേണ്ട ആ ഒരു ലൊക്കേഷൻ എവിടേക്കാണെന്ന് ചോദിക്കും. അപ്പോൾ ആ ഒരു ലൊക്കേഷൻ പറഞ്ഞു കൊടുക്കുന്നതും ഹീറോ ഇപ്പോൾ ഇവർക്ക് പറഞ്ഞു കൊടുക്കുന്ന സമയം എന്താണെന്ന് വെച്ചാൽ ഇനി നമുക്ക് ഫിനിഷിംഗ് ലൈനിലേക്ക് എത്താനുള്ള സമയം 23 മണിക്കൂറും 59 മിനിറ്റ് 30 സെക്കൻഡ്. ഓക്കെ, ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാണ്ടെന്ന് ചോദിക്കുമ്പോൾ അതിൽ 15-ാം നമ്പർ ഹീറോയോട് പറയും, നിങ്ങൾ അഫ്ഗാനിസ്ഥാനിൽ ചെയ്ത ആ ഒരു കാര്യം നിങ്ങളെ കാണുമ്പോൾ ഒരു ഹീറോയെ പോലെ തോന്നുന്നുണ്ട് എന്നെല്ലാം അവർ പറയുന്നുണ്ട്. അപ്പോൾ ഹീറോ ഒന്നും മിണ്ടാതെ നിന്നിട്ട് അത് കഴിഞ്ഞ് ഇവർ നേരെ ആ ഒരു മലയുടെ മുകളിലേക്ക് കയറുന്നു. അപ്പോൾ അറിയാലോ, ഓരോ ടാസ്ക് കൊടുക്കുമ്പോഴും അവർ ആ ഒരു ടാസ്ക് കൊടുത്തിരിക്കുന്ന സ്ഥലം കണ്ടുപിടിക്കാൻ തന്നെ അത്രയും ബുദ്ധിമുട്ടായിരിക്കും. കാരണം ഇതുപോലെയാണ് യഥാർത്ഥ യുദ്ധത്തിലും ഇവർക്ക് ഫേസ് ചെയ്യേണ്ടി വരുന്നത്. അതുകൊണ്ടാണ് ഇതുപോലെയുള്ള ട്രെയിനിങ് കൊടുക്കുന്നത്. അങ്ങനെ ഇവർ രാത്രിയാകുമ്പോഴത്തേക്കും ഒരു കാടിനുള്ളിലേക്ക് കയറും. എന്നിട്ട് ആദ്യത്തെ ആ ഒരു ഫേസ് ലൈൻ കണ്ടുപിടിച്ച് അവിടെ എത്തിയിട്ട് ഇനി നമ്മൾ കുറച്ച് റെസ്റ്റ് എടുക്കാൻ പോകണമെന്ന് പറയുമ്പോൾ 20 മിനിറ്റ് എന്തായാലും ബ്രേക്ക് എടുക്കാനായിട്ട് ഹീറോ പറയും. അപ്പോൾ 20 മിനിറ്റ് കഴിഞ്ഞിട്ട് വീണ്ടും സൂര്യോദയത്തിന് മുന്നേ തന്നെ ഇവർക്ക് ആ ഒരു എയർക്രാഫ്റ്റ് ഉള്ള സ്ഥലം കണ്ടുപിടിക്കണം. അങ്ങനെ എല്ലാവരും അവിടെ റെസ്റ്റ് എടുക്കുമ്പോൾ നമ്പർ 7 ഹീറോയുടെ എന്തോ ഒരു കാര്യം ചോദിക്കാനായിട്ട് വരുന്നുണ്ട്. പക്ഷേ അവനെ കൊണ്ടത് കഴിയുന്നില്ല. അപ്പോൾ ഹീറോയും അതിനെപ്പറ്റി കൂടുതൽ ചോദിക്കത്തില്ല. അങ്ങനെ എല്ലാവരും ഇരിക്കുമ്പോഴത്തേക്കാണ് പെട്ടെന്ന് ഇതുപോലെ എന്തോ ഒന്ന് കാടിനുള്ളിടെ പാഞ്ഞു പോകുന്നു. അതുമല്ല കുറച്ച് ദൂരെയായിട്ട് ഈ ഒരു മിസൈലുകൾ വന്ന് വീണ് പൊട്ടുന്ന ആ ഒരു ശബ്ദം ഉണ്ടല്ലോ, അത് കേൾക്കുമ്പോഴത്തേക്കും ഇവരെല്ലാവരും കണ്ണു തുറന്നിട്ട് അതെന്താണെന്ന് ചോദിക്കുമ്പോൾ അവർ ചിലപ്പോൾ നമ്മളെ നിരീക്ഷിക്കുന്നുണ്ടാവും, നമ്മൾ ഉറങ്ങുന്നതെന്ന് വിചാരിച്ചായിരിക്കാം അങ്ങനെ ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഹീറോ എല്ലാവരോടും പറയും, ശരി ബാ നമുക്ക് ഇവിടെ നിന്ന് പോവാന്ന് പറഞ്ഞ്. ഇപ്പോൾ അവിടെ നിന്നും അവർ യാത്ര ചെയ്ത് അവസാനം ആ ഒരു എയർക്രാഫ്റ്റ് തകർന്നു കിടക്കുന്ന ആ സ്ഥലത്തേക്ക് വന്നു. എന്നിട്ട് മലയുടെ മുകളിലിരുന്ന് ബൈനോക്കുലർ വഴി അവിടേക്ക് നോക്കുമ്പോഴാണ് ഒരു പുഴയുടെ അടുത്തായിട്ട് ആ ഒരു എയർക്രാഫ്റ്റ് കിടപ്പുണ്ട്. അതുമല്ല സ്പെഷ്യൽ എഫക്റ്റ് എല്ലാം ചെയ്തിട്ട് കുറച്ച് ഡിഫറൻ്റ് ആയിട്ടാണ് ഇവർക്ക് വേണ്ടി ചെയ്തിട്ടുള്ളത്. അത് നമ്പർ 7 കണ്ടിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഇവർ ചെയ്യാൻ പോകുന്ന ആ ഒരു പ്ലാൻ എന്താണെന്ന് തീരുമാനിക്കുകയാണ്. ആ ഒരു എയർക്രാഫ്റ്റ് തകർക്കണം. അതിനു വേണ്ടിയിട്ട് ഒരു 4 പേരെ സേഫ് ആയിട്ടുള്ള ഡിസ്റ്റൻസിൽ നിർത്തും. അതിനോടൊപ്പം തന്നെ ഒരു 4 പേരെ പുഴയുടെ മറ്റൊരു സൈഡിലും കുറച്ചുപേരെ ഇവരെ നിരീക്ഷിക്കാൻ വേണ്ടി മറ്റൊരു സൈഡിലായിട്ട് നിർത്തും. അപ്പോൾ ഇവർ ടാർഗറ്റിൽ എത്തിയെന്നുള്ള കാര്യം അവിടെ ഇൻഫോം ചെയ്യാനായിട്ട് റേഡിയോ വഴി അറിയിക്കാൻ ശ്രമിക്കുമ്പോൾ അത് വർക്കാവുന്നില്ല, സിഗ്നൽ കിട്ടുന്നില്ല എന്ന് പറയും. അതുമല്ല നമ്പർ 57ൻ്റെ കയ്യിലാണെങ്കിലോ ഈ കോമ്പസ് ഉണ്ട്, അത് കറക്റ്റായിട്ട് വർക്കാവുന്നില്ല. എന്ത് സംഭവിച്ചെന്ന് അവന് മനസ്സിലാവുന്നില്ല എന്ന് ഹീറോയോട് പറയുമ്പോൾ ഹീറോയ്ക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ ഹീറോ പറയും, ശരി എന്തായാലും നമുക്ക് താഴേക്ക് പോയിട്ട് ഈ മിഷൻ കംപ്ലീറ്റ് ചെയ്യാമെന്നും പറഞ്ഞ് ഇവരെല്ലാവരും ആ കാടിറങ്ങി താഴേക്ക് വരാണ്. അപ്പോൾ പറഞ്ഞതുപോലെ തന്നെ കുറച്ചുപേരെ കാടിനുള്ളിലും കുറച്ചുപേരെ ആ ഒരു നദിയുടെ അടുത്തായിട്ടും ബാക്കിയുള്ളവർ താഴേക്ക് ഇറങ്ങി വരും. അങ്ങനെ എല്ലാവരും അവിടെ വന്ന് നിൽക്കുമ്പോഴാണ് നമ്മുടെ ഹീറോ ശ്രദ്ധിക്കുമ്പോൾ കുറച്ച് ദൂരെ നിന്ന് കുറച്ച് പക്ഷികൾ മുകളിലേക്ക് പറന്നു പോകുന്നു. അങ്ങനെ ഹീറോ ആ വശത്തേക്ക് നോക്കുമ്പോൾ അവിടെ എന്തോ ഒരു മെറ്റല് തിളങ്ങുന്നത് പോലെ ഒരു വെളിച്ചം അവന് കാണാൻ കഴിയുന്നുണ്ട്. ഇപ്പൊ നമ്പർ 7നോട് ഹീറോ ഞാൻ ഇതുപോലെ ആ ഒരു വശത്തേക്ക് പോകാൻ പോവാണ്, ഇവിടെ നോക്കിക്കോളാൻ പറഞ്ഞിട്ട് 44 ഉണ്ടല്ലോ അവളോട് പറയും എന്നെ കവർ ചെയ്യാൻ വേണ്ടി. എന്നിട്ട് ഹീറോ ആ ഒരു വെളിച്ചം കണ്ട ആ ഭാഗത്തേക്ക് നടന്നു പോകുന്നു. അപ്പൊ ഇവരെല്ലാം നോക്കിയിട്ട് അല്ല ഇവനെന്താ അങ്ങോട്ട് പോകുന്നേ എന്ന് 7 ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ ഹീറോ ആ വശത്തേക്ക് നടന്നു പോകുമ്പോഴത്തേക്കും ഇവിടെ ഇവർ 4 പേര് ആ എയർക്രാഫ്റ്റ് തകർക്കാൻ വേണ്ടി അതിന് മുകളിലേക്ക് ബോംബ് കൊണ്ടുവയ്ക്കും. എന്നിട്ട് അതിൻ്റെ ആ ഒരു വയറ് വലിച്ച് കുറച്ച് ഡിസ്റ്റൻസിലേക്ക് മാറി നിന്നിട്ട് ഇപ്പം അത് പൊട്ടിക്കാൻ പോവാണ്. അപ്പോൾ അതിനുവേണ്ടി ഇവർ റെഡി ആകുമ്പോഴത്തേക്കും ഹീറോ ആ ഒരു വെളിച്ചം തട്ടിയ ഭാഗം ഉണ്ടല്ലോ അവിടേക്ക് നടന്ന് ചെല്ലുമ്പോഴാണ് ഒരു ട്വിസ്റ്റ്. എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് ടാസ്ക് ആയിട്ട് തന്നിരിക്കുന്ന ആ ഒരു എയർക്രാഫ്റ്റ് ഉണ്ടല്ലോ അത് തകർന്നു കിടക്കുന്നത് ഇവിടെയാണ്. അങ്ങനെയാണെങ്കിൽ ആ ഒരു പുഴയുടെ അടുത്തുള്ള ആ ഒരു എയർക്രാഫ്റ്റ് അതെന്താണെന്ന് ഹീറോ ആലോചിക്കുന്നതും ഇവരിവിടെ ആ ഒരു ബോംബ് പൊട്ടിക്കുന്നു. അപ്പോൾ അവിടെ നല്ല രീതിയിലൊരു പൊട്ടിത്തെറി സംഭവിക്കുമ്പോഴത്തേക്കും ഇവർ സക്സസ് ആയെന്നും പറഞ്ഞിട്ട് എഴുന്നേറ്റ് നിൽക്കാണ്. പക്ഷെ അവിടെയാണ് മറ്റൊരു കാര്യം, ഈ പുകയെല്ലാം മാറി വരുമ്പോഴത്തേക്കും അതിന് ഒരു കുഴപ്പവും സംഭവിക്കുന്നില്ല. ഇവരെല്ലാവരും അന്തം വിട്ടിങ്ങനെ നോക്കി നിൽക്കുമ്പോൾ
അവിടെ നിന്ന് ഹീറോയ്ക്ക് സത്യം മനസ്സിലായല്ലോ ഇവിടെയുള്ളത് വേറെ എന്തോ ആണെന്ന്. അതുകൊണ്ട് ഹീറോ തിരിച്ചോടും. അങ്ങനെ ഹീറോ ഓടി ഇവരുടെ അടുത്തേക്ക് വരുമ്പോഴത്തേക്കും ഈ പുഴക്കരയിൽ നിൽക്കുന്ന അത് പെട്ടെന്ന് ഒരു വലിയ മെഷീൻ പോലെ എന്തോ ഒരു റോബോട്ടിനെ പോലെ എഴുന്നേറ്റ് നിൽക്കുന്നു. അതിൽ നിന്ന് ചുവന്ന ലൈറ്റുകളെല്ലാം കാണുന്നുണ്ട്. ഇവരാണെങ്കിൽ എന്താണെന്ന് അറിയാതെ നോക്കി നിൽക്കുമ്പോൾ പെട്ടെന്ന് ഒരു നീല വെളിച്ചം വന്നിട്ട് ഇവരെ എല്ലാവരെയും സ്കാൻ ചെയ്യുന്നു. അപ്പോൾ ഇവിടെ എത്ര സർജന്റുമാരുണ്ടോ അവരെ എല്ലാവരെയും അത് കൃത്യമായിട്ട് സ്കാൻ ചെയ്യുന്നുണ്ട്, നല്ല ദൂരത്തുള്ളവരെയും. എന്നിട്ട് മുന്നിൽ നിൽക്കുന്ന ഒരു പട്ടാളക്കാരൻ്റെ നേർക്ക് ഒരു ചുവന്ന ലൈറ്റ് അടിക്കുന്നതും അയാൾക്ക് എന്താണെന്ന് മനസ്സിലാവാതെ കൈ ഇങ്ങനെ വെക്കുമ്പോൾ പെട്ടെന്നാണ് ആ ഒരു റോബോട്ടിനുള്ളിൽ നിന്നും ഒരു തോക്ക് താഴേക്ക് വന്ന് ഈ പട്ടാളക്കാരനെ ഷൂട്ട് ചെയ്യുന്നു. അവൻ്റെ തലയങ്ങ് തെറിച്ചു പോവും. അപ്പോഴും ഇവർക്ക് മനസ്സിലായി ഡേഞ്ചറാണെന്ന്. എല്ലാവരും പല വഴിക്ക് ഓടുന്നതും ഇത് ഓരോരുത്തരായിട്ട് ടാർഗറ്റ് ചെയ്ത് അവരെ ഷൂട്ട് ചെയ്യാണ്. അപ്പോൾ ചിലരാണെങ്കിലോ രക്ഷപ്പെടുന്നുണ്ട്, ചിലർ രക്ഷപ്പെടാൻ കഴിയാതെ മരിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഹീറോ ആണെങ്കിലോ ഇവിടേക്ക് ഓടി വരികയാണ്. ബാക്കിയുള്ള പട്ടാളക്കാർ കാടിനകത്തേക്ക് കയറി ഓടി രക്ഷപ്പെടുന്നു. ഇവിടെ 44 എന്ന് പറഞ്ഞിട്ട് ഹീറോയെ കവർ ചെയ്യാൻ വന്ന ആ ഒരു സർജന്റ് അവൾ അവിടെ നിൽക്കുമ്പോഴത്തേക്കും അവളെയും ടാർഗറ്റ് ചെയ്തിട്ട് ഇത് ഷൂട്ട് ചെയ്യാൻ വരുമ്പോൾ പെട്ടെന്ന് നമ്മുടെ ഹീറോ വന്ന് അവളെ പിടിച്ചങ്ങ് മാറ്റും, അവളെ അങ്ങ് രക്ഷിക്കും. എന്നിട്ട് രക്ഷപ്പെട്ട എല്ലാവരും അവിടെ നിന്ന് നല്ല വേഗതയിൽ ഓടി ആ ഒരു കാടിന് മുകളിലേക്ക് ഓടി കയറും. ഓടി ഓടി അവസാനം ഒരു കുഴിയുണ്ട്, അതിന് മുന്നിലേക്ക് വന്ന് നിൽക്കുന്നതും എല്ലാവരും പറയില്ല അവിടെ നിൽക്ക്, ആരും താഴേക്ക് ചാടരുതെന്നെല്ലാം പറഞ്ഞ് അവിടെ നിന്നിട്ട് ഇവർ തിരിഞ്ഞു നോക്കുമ്പോൾ അവിടെയാണ് മറ്റൊരു കാര്യം. ആ ഒരു മെഷീൻ റോബോട്ട് ഉണ്ടല്ലോ, അത് ഒരു ബോംബ് ഇവരുടെ അടുത്തേക്ക് വിട്ടുകൊടുക്കും. അത് തെറിച്ചു വന്ന് ഇവരുടെ മുന്നിലേക്ക് വീണിട്ട് അവർ നോക്കി നിൽക്കുമ്പോൾ തന്നെ അവർക്ക് മനസ്സിലായി അത് ബോംബാണെന്ന്. പൊട്ടിത്തെറിക്കാൻ പോകുന്നെന്ന് മനസ്സിലാവുന്നതും ഇവർക്ക് രക്ഷപ്പെടാനുള്ള അവസരം പോലും കിട്ടുന്നില്ല. അതിനു മുന്നേ അത് പൊട്ടിത്തെറിക്കുമ്പോൾ എല്ലാവരും തെറിച്ച് ആ കുഴിയിലേക്ക് വന്ന് വീഴാണ്. ഇവിടെയാണ് ഒരു കാര്യം, എല്ലാവരും ആ ഒരു കുഴിയിലേക്ക് വീഴുമ്പോൾ താഴേക്ക് കൺട്രോൾ ഇല്ലാതെയാണല്ലോ ഉരുണ്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ പാറയിലെല്ലാം കാലുകൊണ്ടിടിച്ച് കാലൊടിയുന്നു, തല വന്നിടിക്കുന്നു. അതേപോലെ തന്നെ കൈയും കാലും എല്ലാം അവിടെ ഇവിടെ എല്ലാം ഇടിച്ച് നിയന്ത്രണമില്ലാതെ താഴേക്ക് ഉരുണ്ടേ പോവാണ്. ആർക്കും കൺട്രോൾ പോലും കിട്ടുന്നില്ല. അവസാനം എല്ലാവരും താഴെ വന്ന് വീഴുന്നതും അതിലൊരു പട്ടാളക്കാരൻ തെറിച്ച് വലിയൊരു മരക്കമ്പിലേക്ക് ഇടിച്ചങ്ങ് കയറുന്നതും അവന്റെ ഷോൾഡറിലൂടെ ആ ഒരു കമ്പ് തറച്ചു കയറും. ബാക്കിയുള്ളവർ താഴെ വീണിട്ട് എന്ത് സംഭവിക്കുന്നില്ല അറിയാതെ. നമ്മുടെ ഹീറോ ആണെങ്കിലോ കണ്ണു തുറന്ന് നോക്കുമ്പോഴത്തേക്കും അവൻ ഇതിനു മുന്നേ തന്റെ സഹോദരന് സംഭവിച്ച ആ ഒരു സ്ഥലമുണ്ടല്ലോ, അഫ്ഗാനിസ്ഥാൻ, അവിടെ കിടക്കുന്ന ആ ഒരു ഓർമ്മകളെല്ലാം വരുന്നു. എന്നിട്ട് പതി എഴുന്നേറ്റ് നോക്കുമ്പോൾ ഹീറോയുടെ 2 വിരല് ഒടിഞ്ഞിങ്ങനെ ഇരിക്കുകയാണ്. പെട്ടെന്ന് അത് അങ്ങനെ പിടിച്ചിട്ട് ഒരു ഒറ്റ വലി വേദന സഹിച്ച് അത് നേരെയാക്കിയിട്ട് എന്നിട്ട് എഴുന്നേറ്റ് നോക്കുമ്പോൾ ബാക്കിയുള്ളവർ വേദന കാരണം അലറി വിളിക്കുകയാണ്. അപ്പോൾ സർജന്റ് 96 അവനിങ്ങനെ ശബ്ദം ഉണ്ടാക്കുമ്പോഴത്തേക്കും ഹീറോ ഓടി വന്ന് അവൻ്റെ വാ മൂടിയിട്ട് കുറച്ചു നേരം എനിക്ക് വേണ്ടി ഒന്ന് സഹിച്ചു പിടിക്കാൻ കഴിയുമെന്ന് ചോദിക്കുമ്പോൾ അതേന്ന് പറയും. എന്നിട്ട് തിരിഞ്ഞു നോക്കുമ്പോഴാണ് അവിടെ ആ ഒരു മരത്തിൽ തറച്ചിരിക്കുന്ന ആ ഒരു സർജന്റിനെ കാണുന്നത്. അപ്പോൾ എല്ലാവരും ഓടി വന്നിട്ട് ഓക്കെ നിന്നെ ഉയർത്താൻ പോകണമെന്നും പറഞ്ഞ് അങ്ങനെ വലിച്ചെടുക്കുന്നതും അവൻ്റെ ശരീരത്തിൽ നിന്നും ഒരുപാട് രക്തം പുറത്തേക്ക് പോകുന്നുണ്ട്. അത് തടയാൻ വേണ്ടി ഫസ്റ്റ് എയ്ഡ് അവർ വെക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ ഈ ഒരു ബഹളത്തിനിടയിൽ അവരെ കൊണ്ട് കഴിയുന്നില്ല. ഒക്കുന്ന രീതിയിലല്ല അവർ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്പർ 7ന്റെ കാലൊടിഞ്ഞു. അതുകൊണ്ട് നമ്പർ 7 ആ ഒരു അസിസ്റ്റന്റ് ഉണ്ടല്ലോ, അവനെ വലിച്ചൊരു വശത്തേക്ക് കൊണ്ടുവന്നിട്ട് ഹീറോ ചോദിക്കുന്നുണ്ട് ബാക്കിയുള്ളവരൊക്കെ എവിടെയെന്ന്. ആ ഒരു റേഡിയോ വെച്ചേക്കുന്ന ആള്, അതേപോലെ തന്നെ ബൈനോക്കുലർ ഉള്ളവർ, അവരൊക്കെ എവിടെയെന്ന് ചോദിക്കുമ്പോൾ അവർ ഓരോരുത്തരായിട്ടും മരിച്ചെന്നുള്ള കാര്യം പറയും. അപ്പോൾ എന്തായാലും ഇവർക്ക് ബേസിലേക്ക് കോണ്ടാക്ട് ചെയ്യാൻ വേണ്ടി ആ ഒരു റേഡിയോ വേണം. അതെടുക്കാൻ വേണ്ടി ഇനി മുകളിലേക്ക് പോയാൽ മതിയാവൂ. അതാര് ചെയ്യുമെന്ന് ചോദിക്കുമ്പോൾ ഹീറോ പറയും ഞാൻ തന്നെ അത് ചെയ്യാം, അതുവരെ നിങ്ങൾ ഇവിടെ ഇരിക്കാൻ പറഞ്ഞിട്ട് ഹീറോ ഒറ്റയ്ക്ക് മുകളിലേക്ക് പോവാണ്. അങ്ങനെ ഇവർ താഴേക്ക് വീണ ഒരു മലയുടെ മുകളിലേക്ക് ഹീറോ ഇപ്പോൾ പതിയെ കയറിയിട്ട് മുകളിലേക്ക് ചെന്ന് നോക്കുമ്പോഴത്തേക്കും അവിടെ ഓരോരുത്തരായിട്ട് ഇവരുടെ കൂടെയുള്ള ഓരോരുത്തരായിട്ട് മരിച്ചു കിടക്കുന്നു. അങ്ങനെ അവരുടെ ഇടയിലൂടെ പതിയെ പതിയെ ആ റേഡിയോ ഉള്ള ആ ഒരാളുടെ അടുത്തേക്ക് ചെല്ലുമ്പോഴത്തേക്കും ആ ഒരു സർജന്റും മരിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ആ ഒരു റേഡിയോയും കേടായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും റേഡിയോ കൊണ്ട് ഇനി ഒന്നും ചെയ്യാൻ കഴിയത്തില്ലെന്ന് മനസ്സിലായി. അങ്ങനെ അവിടെ ഇരിക്കുമ്പോഴത്തേക്കാണ് ഒരു സർജന്റ് മാത്രം മരിച്ചിട്ടില്ല. അയാളിപ്പോൾ ഇഴഞ്ഞിഴഞ്ഞ് പോകുമ്പോൾ ആ വലിയ മെഷീൻ അയാളുടെ മുന്നിലേക്ക് വന്ന് നിൽക്കുന്നു. അയാൾ പറയുന്നുണ്ട് എന്നെ ചെയ്യരുതെന്ന്. ഹീറോ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ആ മെഷീൻ അയാളെ സ്കാൻ ചെയ്തിട്ട് പെട്ടെന്ന് ഷൂട്ട് ചെയ്തവൻ കൊല്ലുകയാണ്. അങ്ങനെ നോക്കുമ്പോഴത്തേക്കാണ് ആ ഒരു മെഷീൻ ഇവരെല്ലാവരെ ഫോളോ ചെയ്യാൻ തുടങ്ങുകയാണ്. എന്താണെന്ന് വെച്ചാൽ അവർ പോയ ആ ഒരു വഴിയുണ്ടല്ലോ അതിലേ പോകുന്നു. ഇത് കണ്ട ഹീറോ പെട്ടെന്ന് തന്നെ തിരിച്ചു വരും. അപ്പോഴേക്കും ഇവർ ആ ഒരു മരത്തിന്റെ കമ്പിൽ നിന്ന് വലിച്ചൂരിയ ആ ഒരു പട്ടാളക്കാരുണ്ടല്ലോ, അവൻ അധികം നേരം പിടിച്ചു നിൽക്കാനായിട്ട് കഴിയത്തില്ല. രക്തം ഒരുപാട് പോയിട്ട് അവൻ അവിടെ വെച്ച് തന്നെ മരിക്കുന്നു. അപ്പോൾ ഹീറോ ഓടി ഇവിടേക്ക് വന്ന് ഇവരോട് പറയും ഇനി ഒരു നിമിഷം പോലും ഇവിടെ നിൽക്കരുത്, ആ മെഷീൻ ഇപ്പോൾ നമ്മളെ അന്വേഷിച്ച് വരികയാണ്, അതുകൊണ്ട് ഇവിടെ നിന്ന് പെട്ടെന്ന് താഴേക്ക് ചാടണം. റേഡിയോ കിട്ടിയിട്ടില്ല, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് താഴേക്ക് പോകാൻ പറഞ്ഞ് ഓരോരുത്തരായിട്ട് ആ ഒരു കയറ് അവിടെ കെട്ടിയിട്ട് എല്ലാവരും ഇപ്പോൾ ആ ഒരു മലയിൽ നിന്നും താഴേക്ക് ചാടി ചാടി ഇറങ്ങുകയാണ്. അങ്ങനെ ഓരോരുത്തരായിട്ട് താഴെ ഇറങ്ങുമ്പോൾ മുകളിലുള്ളത് നമ്മുടെ ഹീറോ, നമ്പർ 7, 81 ഇവർ 3 പേരാണ്. ഇപ്പോൾ ഹീറോ പറയും ശരി താഴേക്ക് ഇറങ്ങാൻ പറയുമ്പോൾ 81 പറയും ഇല്ല നിങ്ങൾ താഴേക്ക് ഇറങ്ങിക്കോ,
നമ്പർ 7 ഞാൻ താഴേക്ക് ഇറക്കിയിട്ട് ഞാൻ താഴേക്ക് വന്നോളാന്ന് പറഞ്ഞ് അവനിപ്പോൾ നമ്പർ 7 ആ കാലുവയ്യാതെ കിടക്കുന്ന അസിസ്റ്റന്റ് ക്യാപ്റ്റൻ ഉണ്ടല്ലോ അവന് താഴേക്ക് ഇറക്കണം. അതിനു വേണ്ടിയിട്ട് അവനെ കയറി കെട്ടി പതിയെ താഴേക്ക് ഇറക്കുന്നു. അതിനു മുന്നേ തന്നെ ഹീറോയും ആ മലയുടെ താഴേക്ക് ഇറങ്ങും. എന്നിട്ട് അവന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കാണ്. അങ്ങനെ ഇവർ താഴെ നിൽക്കുമ്പോഴത്തേക്കും നമ്പർ 81 7 പതിയെ പതിയെ താഴേക്ക് ഇറക്കിക്കൊണ്ടേയിരിക്കുന്നു. അവിടെയാണ് മറ്റൊരു കാര്യം. എന്താന്ന് വെച്ചാൽ ആ ഒരു കോമ്പസ് വീണ്ടും നിയന്ത്രണമില്ലാതെ കറങ്ങുമ്പോഴത്തേക്കും ഇതിനർത്ഥം എന്താണ്? ആ മെഷീൻ ഇവരുടെ അടുത്ത് വന്നു എന്നാണ്. അങ്ങനെ ഹീറോ പേടിച്ച് നോക്കി നിൽക്കുന്നതും നമ്പർ 81ന്റെ പുറകിലായിട്ട് ആ ഒരു മെഷീൻ വന്ന് നിന്നിട്ട് അവനെ സ്കാൻ ചെയ്യും. സ്കാൻ ചെയ്ത് കഴിഞ്ഞ് അവനെ ഷൂട്ട് ചെയ്ത് കൊല്ലുന്നതും നമ്പർ 7 ആ ഒരു കയറിന്റെ പിടിവിട്ട് അവൻ നേരെ ഒന്നുകൂടി താഴേക്ക് വന്ന് വീണിട്ട് കാലി ഒരു തവണ കൂടി താഴെ ഒരു ഒറ്റയിടി. സത്യം പറയല്ലോ, നേരത്തെ തന്നെ പൊട്ടിയിരുന്ന ആ ഒരു കാലി ഒരു തവണ കൂടി താഴേക്ക് വീഴുമ്പോൾ എന്തായിരിക്കും അവസ്ഥ? അവൻ വേദന കൊണ്ട് കരയുന്നതും ഇവരെല്ലാവരും ആ ഒരു പാറയുടെ താഴെയായിട്ട് ഒളിച്ചു വന്നിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു മെഷീൻ മുകളിലേക്ക് വന്ന് നിന്നിട്ട് ഇപ്പം അത് താഴേക്ക് നോക്കുമ്പോൾ ഇവരാരെ കാണുന്നില്ല. അതുകൊണ്ട് എവിടെയെങ്കിലും ഇവരുണ്ടോ ഇല്ലേ എന്നറിയാൻ വേണ്ടി അത് വീണ്ടും സ്കാൻ ചെയ്യാൻ തുടങ്ങും. അങ്ങനെ സ്കാൻ ചെയ്യുമ്പോഴത്തേക്കും ഈ പാറ ഇങ്ങനെ നിൽക്കുന്നത് കൊണ്ട് ഇവരുടെ ആരുടെയും ദേഹത്ത് ആ സ്കാനിങ് ലൈറ്റ് ഉണ്ടല്ലോ അത് പതിക്കുന്നില്ല. അങ്ങനെ കടർന്ന് ഓരോരുത്തരായിട്ട് ആ പാറയിലേക്ക് ചേർന്നിരിക്കുന്നതും നമ്പർ 7ന്റെ കാല് മാത്രം ആ ലൈറ്റിൽ തട്ടും. അതാണെങ്കിലോ ആ മെഷീൻ പെട്ടെന്ന് സ്കാൻ ചെയ്തിട്ട് ആ കാലിനടുത്തേക്ക് ഷൂട്ട് ചെയ്യാനായിട്ട് വരുന്നതും ഇത് മനസ്സിലാക്കിയ ഹീറോവും ബാക്കി എല്ലാവരും അവനെ വലിച്ചെടുത്ത് അടുത്തുള്ള കാടിനകത്തേക്ക് ഓടും. അപ്പോൾ ഇതാണെങ്കിലോ അവരുടെ നേർക്ക് ഇങ്ങനെ ഷൂട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ ആരുടെയും ദേഹത്ത് കൊള്ളുന്നില്ല. എല്ലാവരും ഓടി ഈ കാടിനകത്തേക്ക് വരും. എന്നിട്ട് നമ്പർ 7 പിടിച്ച് ഉള്ളിലേക്ക് തന്നെ ഓടുകയാണ്, ഇവിടെ നിൽക്കാതെ. അപ്പോൾ ഈ മെഷീനാണെങ്കിലോ പെട്ടെന്ന് താഴെ ഇറങ്ങി വരാൻ കഴിയാത്തത് കൊണ്ട് അത് മറ്റൊരു കാര്യം ചെയ്യുന്നുണ്ട്. അതിൻ്റെ ദേഹത്ത് നിന്നും ഒരുപാട് ബോംബുകൾ ഈ കാടിനുള്ളിലേക്ക് വിട്ടുകൊടുക്കും. അപ്പോൾ ഈ ഒരു ബോംബുകൾ നേരെ താഴേക്ക് വീണ് ആ ബോംബ് പൊട്ടാനായിട്ട് കുറച്ച് സമയമുണ്ട്. അത് താഴേക്ക് വീണ് പൊട്ടുന്നതും ഇവർക്കിപ്പോൾ എങ്ങനെ ഓടണമെന്ന് അറിയത്തില്ല. പലരും പല വഴിക്ക് ഓടുന്നു. ആ ബോംബ് പൊട്ടുന്നുണ്ട്. ചിലരാണെങ്കിലോ തെറിച്ചു വന്ന് മരത്തിലിടിച്ച് താഴെ വീഴും. പക്ഷേ വലിയ രീതിയിൽ ഇത്തവണ ആരും മരിക്കുന്നില്ല. അങ്ങനെ എല്ലാവരും ആ കാട്ടിൽ നിന്ന് രക്ഷപ്പെട്ട് ഇപ്പോൾ അവസാനം ആ കാടിന് വെളിയിലേക്ക് വന്ന് ഒരു വലിയ മലയുണ്ട്, അതിന് മുകളിലേക്ക് കയറും. അപ്പോൾ എല്ലാവരും ക്ഷീണിച്ച് കുറച്ച് നേരം റെസ്റ്റ് എടുക്കാമെന്നും പറഞ്ഞ് എല്ലാവരും അവിടെ ഇരിക്കുമ്പോഴത്തേക്കാണ് ബാക്കിയുള്ളവർ ചോദിക്കുന്നത്, ഇതെന്താണ് ട്രെയിനിങ്ങിന്റെ ഭാഗമായിട്ടാണോ അവരിങ്ങനെ ചെയ്യുന്നത്? ഒന്നും മനസ്സിലാവുന്നില്ല എന്നെല്ലാം പറയുമ്പോൾ ഹീറോ പറയും, ഇതൊരിക്കലും ട്രെയിനിങ്ങിന്റെ ഭാഗമല്ല. കാരണം നമുക്ക് തന്നിരിക്കുന്ന ആ ഒരു ടാർഗറ്റ് ആയിട്ടുള്ള പ്ലെയിൻ അത് തകർന്നു കിടക്കുന്നത് മറ്റൊരിടത്താണ്, ഇത് വേറെ എന്തോ ആണ് എന്ന് പറഞ്ഞിട്ട് നമ്പർ 7 ഉണ്ടല്ലോ അവനെ കുറച്ച് സേഫ് ആയിട്ട് ഒരിടത്ത് കിടത്തുന്നുണ്ട്. ഇപ്പോൾ ഇതിൽ വെച്ചിട്ട് വേണം അവനെ എടുത്തുകൊണ്ട് പോകാനായിട്ട്. അങ്ങനെ അവന്റെ കാലെല്ലാം കെട്ടിവെച്ച് അതിലേക്ക് കിടത്തി ഹീറോ പറയും, ഇവിടെ നിന്നും ഒരു 8 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ ഒരു ഗ്രാമം എത്തും. ഇപ്പോൾ എന്തായാലും നമ്മുടെ കയ്യിൽ വെക്കേണ്ടത് മെഡിസിൻ ബാക്കി കാര്യങ്ങളും മാത്രമാണ്. അപ്പോൾ നമ്പർ 15 പറയും, ഹേയ് നീ എന്താ പറയുന്നത്? ഇനി നമുക്ക് ടാർഗറ്റ് ഇല്ല, ഡെത്ത് മാർച്ച് ഇല്ല, ഫിനിഷിംഗ് ലൈനും ഇല്ല, ഈ ഒരു സ്ഥലം കഴിഞ്ഞ് എങ്ങനെ പോവാന്ന് ചോദിക്കുമ്പോൾ ഹീറോ പറയും, ഇതല്ലാതെ നമുക്ക് വേറെ വഴിയില്ല, നമ്മുടെ കയ്യിൽ ആയുധങ്ങളോ ഒന്നുമില്ല. അതുകൊണ്ട് ഷിഫ്റ്റ് ബേസിൽ നമ്പർ 7 തൂക്കിക്കൊണ്ട് നമ്മൾ ഇവിടെ നിന്ന് പോകാൻ പോവാണ് എന്ന് പറഞ്ഞ് മാറി മാറി ഓരോരുത്തരായിട്ട് പിടിച്ച് നമ്പർ 7 ഇവരവിടെ നിന്ന് എടുത്തുകൊണ്ട് പോകുന്നു. അങ്ങനെ അവിടെ നിന്ന് നടന്നിവരെത്തുന്നത് ഒരു പുഴയുടെ അടുത്തേക്ക്. അപ്പോൾ ഈ പുഴയിലാണെങ്കിലോ നല്ല കുത്തൊഴുക്കാണ്, നിയന്ത്രണമില്ലാതെയാണ് വെള്ളം പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇത് കഴിഞ്ഞ് അപ്പുറത്തേക്ക് പോയാലേ ഇവർക്ക് ആ വശത്തേക്ക് പോകാൻ തന്നെ കഴിയത്തുള്ളൂ. ഇപ്പോൾ ഒരു റോപ്പ് കെട്ടിയിട്ട് അപ്പുറത്തേക്ക് പോകാനാണ് ഇവരുടെ പ്ലാൻ. അതിനു വേണ്ടിയിട്ട് ആരാണ് തയ്യാറാവുന്നതെന്ന് ചോദിക്കുമ്പോൾ ഹീറോ പറയും, ഞാൻ തന്നെ പോകാമെന്ന് പറഞ്ഞ് ആ ഒരു റോപ്പ് എടുത്ത് തൻ്റെ ദേഹത്ത് കെട്ടിയിട്ട് നേരെ പുഴയിലേക്ക് എടുത്തൊരു ഒറ്റച്ചാട്ടം. അപ്പോൾ നമ്പർ 44 ആണ് അത് പിടിച്ചുകൊണ്ട് നിൽക്കുന്നത്. കുറേ നേരമായിട്ടും വെള്ളത്തിലേക്ക് ചാടിയ ഹീറോ മുകളിലേക്ക് പൊങ്ങി വരുന്നില്ല. അപ്പോൾ അവൾ വിചാരിക്കും ഹീറോ മരിച്ചു എന്ന് വിചാരിച്ചിട്ട് ഇവരെല്ലാവരും വിഷമിച്ച് നിൽക്കുമ്പോൾ കറക്റ്റ് സമയത്ത് നമ്മുടെ ഹീറോ മറുകരയിലെ പൊങ്ങുന്നുണ്ട്. എന്നിട്ട് അങ്ങനെ മുകളിലേക്ക് കയറുന്നതും ഇവർക്ക് സന്തോഷമായി. എന്നിട്ട് നേരെ മുകളിലേക്ക് കയറി വലിയൊരു മരത്തിൽ ആ കയറ് കെട്ടി ഇവിടെയും വലിയൊരു മരത്തിൽ ആ ഒരു കയറിന്റെ അറ്റം കെട്ടിയിട്ട് ഇപ്പോൾ നമ്പർ 7 അതിലുള്ള ഒരു സർജന്റ് കെട്ടി വലിച്ച് ഈ ഒരു കയറ് വഴി അപ്പുറത്തേക്ക് എത്തണം. അതാണ് ചെയ്യേണ്ടത്. ഇപ്പോൾ അതുപോലെ നമ്പർ 7 വലിച്ചെടുത്തുകൊണ്ട് പോകുമ്പോഴത്തേക്കും ഈ കയറിന്റെ നടുവിലായിട്ട് ഒരു കെട്ടുണ്ട്. അതുകൊണ്ട് ഈ നമ്പർ 7 കെട്ടി വലിച്ചെടുത്തോണ്ടാണല്ലോ പോകുന്നത്. ഈ കെട്ടിന്റെ ഭാഗം എത്തുമ്പോഴത്തേക്കും അത് അപ്പുറത്തേക്ക് പോകാനായിട്ട് കുറച്ച് തടസ്സമുണ്ട്. അപ്പോൾ കുറേ നേരം ഇങ്ങനെ ട്രൈ ചെയ്ത് വരുന്നില്ല. അതുകൊണ്ട് അവനെ അഴിച്ച് ഇപ്പുറത്തേക്ക് മാറ്റാമെന്നും പറഞ്ഞ് ആ ഒരു സർജന്റ് തിരിച്ചു വന്നിട്ട് അഴിക്കുന്ന സമയത്താണ് നമ്മുടെ ഹീറോ ആ മെഷീൻ ഇവരുടെ അടുത്തേക്ക് വരുന്നുണ്ടോ ഇല്ലയെന്ന് അറിയാൻ വേണ്ടി ഒരു കോമ്പസും വെച്ചിട്ട് ഒരുത്തനെ മരത്തിന് മുകളിൽ നിർത്തിയിട്ടുണ്ട്. അവനാണെങ്കിലോ ആ കോമ്പസ് തന്നെ നോക്കി നിൽക്കാണ്. അങ്ങനെ ഈ കയറിൽ തൂങ്ങിക്കിടക്കുന്ന ആ ഒരു സർജന്റ് ആണെങ്കിലോ ഒരു കയർ അഴിച്ച് മാറ്റുന്നതും പെട്ടെന്ന് മറ്റൊരു വശം പൊട്ടിയിട്ട് നമ്പർ 7 ആ ഒരു പുഴയുടെ നടുവിലായിട്ട് ഇങ്ങനെ തൂങ്ങിക്കിടക്കും. ഇവനാണെങ്കിലും ഒറ്റയ്ക്ക് പിടിച്ച് നിൽക്കാനും കഴിയത്തില്ല. ഇത് കണ്ട ഹീറോയും അതേപോലെ തന്നെ നമ്പർ 44 ഇവർ രണ്ടുപേരും 2 വശങ്ങളിലൂടെ വന്നിട്ട് അവനെ സഹായിക്കാണ് മുകളിലേക്ക് വലിച്ചെടുക്കാൻ വേണ്ടി. അങ്ങനെ ഇവർ രണ്ടുപേരും
രണ്ട് വശത്തൂടെ വരുമ്പോഴത്തേക്കും ഈ ഒരു കയറ് പതിയെ താഴുമല്ലോ. അങ്ങനെ താഴാതിരിക്കാൻ വേണ്ടി ഒരു സർജന്റിന് അത് കഴിയുന്നില്ല പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് മുകളിൽ ആ മെഷീൻ വരുന്നുണ്ടോ ഇല്ലയോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടിരിക്കുന്ന അവനെ സഹായത്തിനായിട്ട് വിളിക്കും. അപ്പോൾ ആ ഒരു സർജന്റ് ഓടി വന്ന് ഇവനെ സഹായിക്കുമ്പോൾ ഇവരൊരു വിധത്തിലെ നമ്പർ 7 മുകളിലേക്ക് വലിച്ചെടുക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ്. പക്ഷെ അവിടെയാണ് മറ്റൊരു കാര്യം. ഇപ്പോൾ ആ ഒരു കോമ്പസിനടുത്ത് ആൾ നോക്കാനില്ലാത്തത് കൊണ്ട് കോമ്പസ് തനിയെ ചുറ്റുന്നു. അതിനർത്ഥം ആ മെഷീൻ ഇവിടെയും വന്നു എന്നാണ്. കാണിക്കുമ്പോൾ ആ ഒരു മെഷീൻ ഈ പുഴയുടെ മുകളിൽ വന്നു. എന്നിട്ട് ഇവരെ എല്ലാവരെയും മകനെ സ്കാൻ ചെയ്യുന്നു. അതുപോലെ ഈ ഒരു കയറും പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ആ ഒരു സർജൻ ഉണ്ടല്ലോ, അവനെ സ്കാൻ ചെയ്തിട്ട് അവന്റെ തല ഷൂട്ട് ചെയ്ത് കൊടുക്കുന്നതും തലയും ശരീരവും രണ്ടായിട്ട് പോകും. ബാക്കിയുള്ളവരാണെങ്കിലോ പെട്ടെന്ന് പേടിച്ച് വെള്ളത്തിലേക്ക് ചാടുന്നതും ആ ഒരു കയറും പൊട്ടി എല്ലാവരും വെള്ളത്തിലേക്ക് വന്ന് വീഴുന്നു. എന്നിട്ട് ആ ഒരു കുത്തൊഴുക്കില് അവർ താഴേക്ക് പോവാണ്. അങ്ങനെ പോകുമ്പോഴത്തേക്കും ആ ഒരു റോബോട്ട് ഉണ്ടല്ലോ അതിപ്പോ വെള്ളത്തിലേക്ക് ഇറങ്ങി നിന്നിട്ട് ഇവരെ സ്കാൻ ചെയ്ത് ഷൂട്ട് ചെയ്യുന്നു. ഓരോ തവണ അത് ഷൂട്ട് ചെയ്യുമ്പോഴത്തേക്കും ഇവർ വെള്ളത്തിലേക്ക് താഴ്ന്നു പോകും. പക്ഷേ നമ്മുടെ ഹീറോ ആണെങ്കിലോ അതിൽ ആ ഒരു കയറിൽ കാല് കുടുങ്ങിയിട്ട് വെള്ളത്തിൽ തന്നെ കിടക്കുകയാണ്. അതൊരു കല്ലുടക്കിയിട്ട് ഇപ്പോൾ രക്ഷപ്പെട്ട് പോകാനും കഴിയത്തില്ല. ആ മെഷീനാണെങ്കിലും നടന്നു കിടന്ന് അവൻ്റെ അടുത്തേക്ക് വന്നു. ഹീറോ ഇത് കാണുന്നതും പെട്ടെന്ന് തൻ്റെ കയ്യിലുള്ള ആ ഒരു കത്തിയെടുത്ത് കയറങ്ങ് കട്ട് ചെയ്യുമ്പോഴത്തേക്കും ആ റോബോ മെഷീൻ ചവിട്ടുന്നതോ ഹീറോ കിടന്നിരുന്ന ആ ഒരു ഭാഗത്തേക്ക് കയർ കട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഹീറോ ഇവിടെ വെച്ച് തന്നെ മരിച്ചേനെ. അങ്ങനെ ഹീറോ ഒഴുകി പോകുന്നതും ആ മെഷീൻ ഹീറോയെ കണ്ടിട്ട് അവനെ ഷൂട്ട് ചെയ്യും. അപ്പോൾ ഹീറോ വെള്ളത്തിനടിയിലേക്ക് മുങ്ങിപ്പോവും. എന്നിട്ട് മുകളിലേക്ക് വരുമ്പോൾ അത് വീണ്ടും ഹീറോയെ ഷൂട്ട് ചെയ്യുമ്പോൾ അവൻ പിന്നെയും താഴേക്ക് പോകും. അങ്ങനെ ഈ ഒഴുക്കിൽ നല്ല വേഗതയിൽ പോകുന്നത് കൊണ്ട് തന്നെ ഈ മെഷീൻ ഇവരുടെ പിറകെ വരാൻ കഴിയുന്നില്ല. പക്ഷെ അവിടെയാണ് മറ്റൊരു കാര്യം. നമ്പർ 7 ഇപ്പൊ അതിൽ തന്നെ കിടക്കുവാണല്ലോ. അവന് നീന്താനും കഴിയത്തില്ല. ഹീറോ അവന്റെ പിറകെ വന്നിട്ട് നമ്പർ 7 എങ്ങനെയും രക്ഷിക്കും. എന്താണെന്ന് വെച്ചാൽ പിടിച്ചു വെച്ചേക്കും. എന്നിട്ട് ഇവർ ഒഴുകി പോകുമ്പോഴത്തേക്കാണ് അടുത്തതായിട്ടൊരു വലിയ വെള്ളച്ചാട്ടമാണെന്ന് ഇവരുടെ കൂട്ടത്തിലുള്ള ഒരുത്തം മനസ്സിലാക്കി പറയുന്നതും ഇവർക്ക് കൺട്രോൾ ചെയ്ത് നിൽക്കാനൊന്നും കഴിയത്തില്ല. എല്ലാവരും ആ ഒരു വെള്ളച്ചാട്ടത്തിലേക്ക് വന്ന് വീഴുന്നു. വെള്ളത്തിനടിയിലേക്ക് പോയിട്ടാണെങ്കിലോ നമ്മുടെ ഹീറോയ്ക്ക് ഇപ്പോൾ ബോധമില്ല. മൊത്തത്തിൽ ഇരുട്ടായിപ്പോയി. എന്താണ് സംഭവിച്ചെന്ന് പോലും അറിയത്തില്ല. കുറച്ച് കഴിഞ്ഞ് കണ്ണു തുറക്കുമ്പോഴത്തേക്കും ഇവരെല്ലാവരും സേഫായിട്ട് കരയിലിരിപ്പുണ്ട്. നമ്പർ 7 കുഴപ്പമൊന്നുമില്ല. എന്താണെന്ന് വെച്ചാൽ ഇവരുടെ കൂട്ടത്തിലുള്ള വേറൊരു സർജന്റ് ആ കൂട്ടത്തിൽ നിന്ന് രക്ഷപ്പെട്ട് ഇവരുടെ പിറകെ തന്നെ ഫോളോ ചെയ്ത് വരുമായിരുന്നു. അവനാണ് ഇവരെല്ലാവരെയും കരയിലേക്ക് കയറ്റിയത്. അവൻ വിചാരിച്ചത് ബാക്കി എല്ലാവരും മരിച്ചു എന്നാണ്. അങ്ങനെ എല്ലാവരെയും അവിടെ നിന്ന് സേഫായിട്ട് മുകളിലേക്ക് കൊണ്ടുപോകുന്നു. ഇനിയും മല കയറിയിട്ട് അടുത്തുള്ള ആ ഒരു ക്യാമ്പിലേക്ക് ഇവർക്ക് പോകണം. അങ്ങനെ എല്ലാവരും അവിടെ നിന്ന് മുകളിലേക്ക് പോകുമ്പോൾ നേരത്തെ ആ മെഷീൻ താഴേക്ക് ഇറങ്ങി വരുമ്പോൾ ഒരു സർജനെ ഷൂട്ട് ചെയ്ത് കൊന്നിരുന്നല്ലോ, അവന്റെ തല ഇവിടെ ഒഴുകി ഇങ്ങനെ കിടക്കുന്നു. അങ്ങനെ ഇവരെല്ലാവരും അവിടെ നിന്നും നേരെ മുകളിലത്തുള്ള ആ ഒരു ക്യാമ്പിലേക്ക് ചെല്ലുമ്പോഴത്തേക്കും അവിടെയും മൊത്തത്തിൽ തകർന്നു കിടക്കാണ്. എന്താന്ന് വെച്ചാലേ ആ മെഷീൻ ഇതുവഴിയും വന്നിട്ടുണ്ട്. അപ്പോൾ ഇവർക്ക് മനസ്സിലാവുന്നില്ല, അല്ല നമ്മൾ കണ്ട ആ ഒരു ഭാഗത്ത് മാത്രമല്ലായിരുന്നു ഒരു മെഷീൻ ഉള്ളത്, ഇതെപ്പോ ഇവിടെ വന്നു, ഇത് ഇത്രയും നേരം നമ്മളെ ഫോളോ ചെയ്യല്ലായിരുന്നു എന്നിവർ സംശയത്തോടെ ചോദിക്കുന്നുണ്ട്. അപ്പോഴാണ് ഹീറോ കുറച്ച് മുകളിലേക്ക് നോക്കുമ്പോൾ അടുത്തുള്ള വലിയൊരു മലയിലും ഇതുപോലെ പുക കാണുന്നുണ്ട്. എന്താന്ന് വെച്ചാൽ അവിടെ നിന്നാണെന്ന് തോന്നുന്നു ആ ഒരു മെഷീൻ തുടങ്ങിയിട്ട് ഇതുവഴി താഴേക്ക് വന്നത്. എന്നിട്ടാണ് ഇതിപ്പോൾ നമ്മളെ ഫോളോ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതൊരിക്കലും നമ്മുടെ ഗ്രഹത്തിലുള്ളതല്ല, വേറെ ഏതൊരു ഗ്രഹത്തിൽ നിന്ന് വന്നതാണ് എന്നുള്ള കാര്യം ഇവർ മനസ്സിലാക്കും. എന്തായാലും അത് ഏലിയൻസോ മറ്റെന്തെങ്കിലും ആയിരിക്കാം. അങ്ങനെ ഇനിയിപ്പോൾ എന്ത് ചെയ്യാൻ ആലോചിച്ചിട്ട് എല്ലാവരും നിൽക്കുമ്പോഴത്തേക്കാണ് ഇവിടെ ഒരു ഓഫീസറിന് മാത്രം കുറച്ച് ജീവനുണ്ട്. പെട്ടെന്ന് ആ ഒരു ഭാഗം മാറ്റിയിട്ട് ഇവർ നോക്കുമ്പോഴത്തേക്കും ആ ഓഫീസർ മരിക്കാറായിട്ടുള്ള അവസ്ഥയിൽ ദേഹം മുഴുവനായിട്ട് പൊള്ളലേറ്റിട്ട് ഇവർ കുറച്ച് നേരം അടുത്ത് വന്നിരിക്കുമ്പോൾ തന്നെ ആ ഒരു ഓഫീസർ ഇവിടെ വെച്ച് മരിക്കുന്നു. ഇപ്പം അത് കഴിഞ്ഞ് നമ്പർ 15 ഹീറോയോട് പറയുന്നുണ്ട്, നിനക്കൊരു കുഴപ്പമില്ല, നീ ഒരു ഹീറോ ആണ്, നിന്നെപ്പോലെയല്ല ഞങ്ങൾക്ക് മെഡലൊന്നും കിട്ടിയിട്ടില്ല എന്ന് പറയുമ്പോൾ ഇവിടെയാണ് ഹീറോ ആ ഒരു സത്യം പറയുന്നത്. ഹീറോയ്ക്ക് ആ ഒരു മെഡൽ കിട്ടിയത് തന്നെ എന്തിനാണെന്ന് പോലും അവൻ അറിയത്തില്ല. കാരണം അന്ന് അഫ്ഗാനിസ്ഥാനിലെ ആ ഒരു അപകടം സംഭവിച്ചതിന് ശേഷം ഹീറോ തന്റെ സഹോദരനെ എടുത്ത് രക്ഷപ്പെടാൻ വേണ്ടി കുറെ ദൂരം നടന്നിരുന്നു. കുറച്ച് കഴിഞ്ഞ് ബോധം വന്ന ഹീറോ കണ്ണു തുറക്കുമ്പോൾ അവനൊരു ഹോസ്പിറ്റലിലായിരുന്നു. അവന്റെ സഹോദരനാണെങ്കിൽ മരിച്ചെന്നാണ് പിന്നീട് അറിഞ്ഞത്. അങ്ങനെയുള്ള എനിക്ക് എന്തിനാണ് മെഡൽ തന്നതെന്ന് പോലും എനിക്കറിയത്തില്ല. അതുകൊണ്ടാണ് എൻ്റെ സഹോദരന് വേണ്ടി ഞാൻ ഈ സ്ഥലത്തേക്ക് വന്നത് എന്നുള്ള സത്യം ഹീറോ പറയും. ഇപ്പം ഈ കാര്യങ്ങളെല്ലാം പറയുമ്പോഴത്തേക്കാണ് ഇവര് അവിടെ പഴയൊരു വണ്ടി കാണുന്നത്. അപ്പോൾ ഈ വണ്ടി ശരിയാക്കി കഴിഞ്ഞാൽ ഇവർക്ക് ഇവിടെ നിന്ന് പോകാമെന്ന് പ്ലാൻ ചെയ്തിട്ട് ഇപ്പോൾ എല്ലാവരും ആ ഒരു വണ്ടി ശരിയാക്കാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ നമ്പർ 7 ആ ഒരു വണ്ടിക്ക് അകത്തേക്ക് കൊണ്ട് കിടത്തുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഈ ഒരു വണ്ടി ശരിയാക്കുന്നതും നമ്പർ 44 ഉണ്ടല്ലോ, അവളാണ് വണ്ടി ഓടിക്കുന്നത്. അങ്ങനെ അകത്തേക്ക് കയറി ഇരിക്കുമ്പോഴത്തേക്കും ഇവരാവശ്യമായിട്ടുള്ള സാധനങ്ങളെല്ലാം ഇവിടെ നിന്ന് എടുക്കുന്നു, തോക്ക്, ബുള്ളറ്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം. അപ്പോൾ നമ്പർ 44 ഇതിനകത്ത് നിന്ന് കുടിക്കാനായിട്ട് കുറച്ച് ജ്യൂസും അതേപോലെ തന്നെ ഫുഡും കാര്യങ്ങളെല്ലാം കിട്ടും. അതെല്ലാം എടുത്ത് ഇവരുടെ അടുത്തേക്ക് ഇട്ട് കൊടുക്കുന്നതും മുകളിലേക്ക് നോക്കുമ്പോഴത്തേക്കാണ് ഒരു ബോംബുണ്ടല്ലോ, അതും ആ ഒരു റോബോട്ട് വിടുന്ന ബോംബ്, അത് തീർച്ചി വേറൊരു വശത്തേക്ക് വീഴുന്നു. അതിലൂടെ തന്നെ ഇവർ മനസ്സിലാക്കും ആ ഒരു റോബോട്ട് ഇവരെ കണ്ടുപിടിക്കാൻ പോവാണെന്ന്. അതുകൊണ്ട് രക്ഷപ്പെട്ട് പോവാന്ന് പറഞ്ഞ് എല്ലാവരും ആ ഒരു വണ്ടിക്കകത്തേക്ക് കയറും. അങ്ങനെ കയറി ഇരുന്നിട്ട്
ഇവർ പോകാനായിട്ട് വരുമ്പോഴത്തേക്കും ഈ വണ്ടിയിൽ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബുള്ളറ്റ് ഉണ്ടല്ലോ, അതില്ല, അത് താഴെ കിടക്കാണ്. അപ്പോൾ നമ്പർ 15 പറയും ഞാൻ പോയിട്ട് അത് എടുത്തുകൊണ്ട് വരാമെന്ന് പറഞ്ഞ് പെട്ടെന്ന് വണ്ടിയിൽ നിന്ന് ഇറങ്ങും. എന്നിട്ട് ഓടി ആ ഒരു ബുള്ളറ്റ് എടുക്കാൻ വേണ്ടി അവിടേക്ക് വന്ന് ഒരു 2 ബോക്സ് ബുള്ളറ്റും എടുത്ത് അവിടെ ഇരിക്കുമ്പോഴത്തേക്കാണ് ആ ഒരു മെഷീൻ പെട്ടെന്ന് തന്നെ അവന്റെ മുന്നിലേക്ക് വരുന്നു. ഇത് കാണുന്നതും വണ്ടി ഇവർ സ്റ്റാർട്ട് ചെയ്തു. നമ്പർ 15 ആണെങ്കിൽ ഇവരുടെ പിറകെ തന്നെ ബുള്ളറ്റും കൊണ്ട് ഓടാണ്. ഓടി ഓടി വന്നിട്ട് വണ്ടിയിൽ കയറാനായിട്ട് വരുന്നതും ആ മെഷീൻ അവനെ ഷൂട്ട് ചെയ്തും കൊല്ലും. പക്ഷെ അതിനു മുന്നേ അവൻ ആ ഒരു 2 ബുള്ളറ്റും വണ്ടിക്കകത്തേക്ക് എടുത്ത് എറിയുന്നുണ്ട്. അങ്ങനെ ആ ഒരു വണ്ടി ഓടിച്ചിട്ട് പോകുന്നതും ആ ഒരു വാർ മെഷീൻ ഇവരുടെ പിറകെ തന്നെ വന്ന് അവരെ ഷൂട്ട് ചെയ്യുന്നു. അപ്പൊ ഈ ഒരു വണ്ടി അത്രയും സ്ട്രോങ് ആയതുകൊണ്ട് തന്നെ ഇത് പീരങ്കിയുടെ വേറൊരു മോഡലാണെന്ന് തോന്നുന്നു. എനിക്ക് അതിനെപ്പറ്റി അത്ര വിവരമില്ല, അതുകൊണ്ട് നമുക്ക് വണ്ടി തന്നെ പറയാം. അപ്പൊ ഇത്തിരി സ്ട്രോങ് ആയതുകൊണ്ട് അതിന് വലിയ രീതിയിൽ ഡാമേജ് ഒന്നും സംഭവിക്കത്തില്ല. ഡാമേജ് സംഭവിക്കത്തില്ല എന്നല്ല, ഡാമേജ് സംഭവിക്കും. പക്ഷേ ഒരുപാട് തവണ റിപ്പീറ്റ് ആയിട്ട് ഷൂട്ട് ചെയ്താൽ മാത്രമേ അത് പൂർണ്ണമായിട്ടും തകരത്തുള്ളൂ. അതുകൊണ്ട് അത്യാവശ്യം സേഫ് ആയിട്ട് ഇവർക്ക് പോകാൻ കഴിയും. എന്നിരുന്നാലും ഇത് പിറകെ വന്ന് ഷൂട്ട് ചെയ്യുന്നത് കൊണ്ട് ഇവർക്ക് കൺട്രോൾ കിട്ടുന്നില്ല. 44 ആണെങ്കിലോ കഴിയുന്നത്ര വേഗതയിൽ ഓടിച്ചു പോകുന്നുണ്ട്. ഇവരാണെങ്കിലോ അകത്തിരുന്ന് ആ ഒരു തോക്ക് കൊണ്ട് തിരിച്ച് ഈ മെഷീനെ ഷൂട്ട് ചെയ്യും. അങ്ങനെ ഈ വണ്ടിക്കകത്തുള്ള ആ ഒരു വലിയ മെഷീൻ ഉണ്ടല്ലോ, അതിലേക്ക് ബുള്ളറ്റ് ലോഡ് ചെയ്തിട്ട് തിരിച്ച് ഷൂട്ട് ചെയ്തു. എന്നാലും അതൊരു ഏലിയൻ നിർമ്മിതമായിട്ടുള്ള മെഷീൻ ആയതുകൊണ്ട് അതിന് വലിയ കുഴപ്പങ്ങളൊന്നും സംഭവിക്കുന്നില്ല. അങ്ങനെ നിൽക്കുമ്പോഴത്തേക്കാണ് പെട്ടെന്ന് അത് ആ ഒരു ബോംബുകൾ താഴേക്ക് വിട്ടുകൊടുക്കുന്നതും ഇപ്പം ആ ബോംബ് നേരെ റോഡിലേക്ക് വന്ന് വീണ് അത് ഓരോന്നായിട്ട് പൊട്ടിത്തെറിക്കുമ്പോൾ ഇവരുടെ വണ്ടി അങ്ങനെ ഓടിച്ചുകൊണ്ട് പോകാനായിട്ട് കഴിയത്തില്ല. ഒരവസരത്തിൽ നിയന്ത്രണം വിട്ട് നേരെ അടുത്തുള്ള ആ ഒരു കാടിനകത്തേക്ക് ഈ വണ്ടി ഇടിച്ചങ്ങിറങ്ങും. അങ്ങനെ താഴേക്ക് പോവാണ്. അതാണെങ്കിലും വലിയൊരു മലയാണ്. അതിന് താഴേക്ക് നിയന്ത്രണമില്ലാതെ ഈ ഒരു വണ്ടി താഴേക്ക് പോയിക്കൊണ്ടേയിരിക്കുന്നു. അങ്ങനെ താഴേക്ക് പോയിട്ട് അവസാനം 2 വശങ്ങളിലായിട്ട് മലകളുണ്ട്. അതിന് നടുവിലൂടെയുള്ള ഒരു വഴി, അതിലെ വണ്ടി ഓടിച്ചുകൊണ്ട് പോകുമ്പോഴത്തേക്കും ഈ മെഷീൻ എന്തായാലും ഇവരെ കണ്ടിട്ടില്ല. അതുകൊണ്ട് നമ്മൾ സേഫ് ആയെന്ന് വിചാരിച്ച് അവർ വണ്ടി ഓടിച്ചിട്ട് പോകുമ്പോഴത്തേക്കാണ് ഒരു ടെസ്റ്റ്. ഈ മെഷീൻ ആ മലയുടെ മുകളിൽ തന്നെ ഉണ്ടായിരുന്നു. ഇവരെ കാണുന്നതും പെട്ടെന്ന് ചാടി താഴേക്ക് വീഴുന്നതും ഇവരത് കണ്ടിട്ട് അങ്ങനെ വണ്ടി തിരിച്ച് രക്ഷോട്ട് പോകാൻ ശ്രമിക്കുകയാണ്. ഇപ്പൊ ഇവർ ഷൂട്ട് ചെയ്യാതെ പകരം വേറെ എന്തോ ഒരു എനർജി അത് ഉപയോഗിച്ചിട്ട് ഇവരെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നു. അപ്പോൾ നമ്മുടെ ഹീറോ അതേപോലെ തന്നെ കൂടെയുള്ള വേറൊരു സർജന്റ് ഇവർ രണ്ടുപേരും മാറി മാറി ഷൂട്ട് ചെയ്യുന്നുണ്ട്. ഒരവസരത്തിലെ ഈ താഴെ വീണ് ഷൂട്ട് ചെയ്യുന്ന ഒരുത്തന്റെ കൈ അങ്ങ് മുറിഞ്ഞു പോവും. അവനുള്ളിലേക്ക് വീഴുന്നു. അതേപോലെ തന്നെ ഈ വണ്ടിയുടെ പിറകു വശം പൊട്ടിത്തെറിച്ചിട്ട് ഇപ്പൊ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഇവരെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ഇവർ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നുണ്ട്. അവസാന ഹീറോ അടുത്തുള്ള ആ ഒരു മലയുടെ അടുത്തേക്ക് ഷൂട്ട് ചെയ്ത് കൊടുക്കുന്നതും ആ ഒരു ഭാഗം പൊട്ടിത്തെറിച്ച് ഈ പാറയെല്ലാം കൂടി ആ മെഷീന്റെ മുകളിലേക്ക് വീഴും. അതുമല്ല നമ്പർ 7 ആണെങ്കിൽ വണ്ടിയിൽ നിന്ന് തെറിച്ചു പോകുമ്പോഴത്തേക്കും ഹീറോ അവനെ പിടിച്ചു നിർത്താനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അതും കഴിയുന്നില്ല. അവന്റെയും പിടിവിട്ട് അവനും വണ്ടിയുടെ വെളിയിലേക്ക് വീഴുന്നു. അപ്പോൾ ഹീറോ പറയും വണ്ടി നിർത്താനായിട്ട്. പക്ഷെ വണ്ടി നിർത്തുന്നില്ല. ഹീറോ തിരിഞ്ഞു നോക്കുമ്പോഴാണ് നമ്പർ 44 ഉണ്ടല്ലോ, വണ്ടി ഓടിക്കുന്ന ആ ഒരു പെണ്ണ്, അവൾക്കും ബുള്ളറ്റ് കൊണ്ടിട്ട് അവളും മരിച്ചു കിടക്കാണ്. വണ്ടിയാണെങ്കിലും ഇപ്പോൾ നിയന്ത്രണമില്ലാതെ വേറെ എവിടേക്കോ കൊണ്ടിരിക്കുന്നതും കുറച്ചു കഴിഞ്ഞ് എന്താണ് സംഭവിക്കുന്ന അറിയുന്നില്ല. മൊത്തത്തിൽ തകർന്നു. പിന്നീട് കണ്ണു തുറക്കുന്നത് നമ്മുടെ ഹീറോ മാത്രം. അങ്ങനെ എഴുന്നേറ്റ് വന്നിട്ട് ബാക്കിയുള്ളവരെ നോക്കുമ്പോഴത്തേക്കും ബാക്കി എല്ലാവരും മരിച്ചു. ഇപ്പോൾ ഹീറോ മാത്രമേ ഈ ഒരു കൂട്ടത്തിൽ ഒറ്റയ്ക്കുള്ളത്. അങ്ങനെ ആകെ വിഷമിച്ച് അവിടെ നിൽക്കുമ്പോഴാണ് ആ ഒരു മെഷീന്റെ മുകളിലൂടെ പാറയെല്ലാം വന്ന് വീണ് കിടപ്പോലോ. അവിടെ എന്താണ് സംഭവിച്ചതെന്ന് അറിയാൻ വേണ്ടി നേരെ അവിടേക്ക് ചെന്നിട്ട് ആ ഒരു പാറയെല്ലാം മാറ്റി നോക്കുമ്പോഴത്തേക്കും മെഷീന്റെ പകുതി ഭാഗം മാത്രമേ ഇവിടെയുള്ളൂ. ബാക്കി എവിടെ നിന്ന് ഹീറോ തിരിഞ്ഞു നോക്കുമ്പോൾ കുറെ ദൂരെയായിട്ട് ആ ഒരു മെഷീൻ ഒരു മലയുടെ മുകളിലേക്ക് കയറി നിന്ന് ആകാശത്തേക്ക് എന്തോ ഒരു സിഗ്നല് പാസ് ചെയ്യുന്നു. എന്താണെന്ന് വെച്ചാൽ ബാക്കിയുള്ള ഏലിയൻസിനെ കൂടി ഇവിടേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുകയാണോ എന്തോ. അതുപോലെ ആ ഒരു സിഗ്നൽ ഇങ്ങനെ പാസ് ചെയ്യുന്നതും ഇപ്പൊ ഈ മൂവി ഇവിടം വരെ കണ്ടുവരുമ്പോൾ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ഒരു മൂവി ഓർമ്മ വരുന്നുണ്ടോ? അതെ, എനിക്ക് ഓർമ്മ വരുന്നുണ്ട്. ബാറ്റിൽ ഷിപ്പ് എന്ന് പറഞ്ഞിട്ടൊരു മൂവി ഉണ്ടല്ലോ, ആ മൂവിയായിട്ട് ഏകദേശം ഒരു സാമ്യമുണ്ട്. അപ്പോൾ ഈ 2 മൂവീസ് തമ്മിലുള്ള ആ ഒരു സിമിലാരിറ്റി, ആ ഒരു കഥയുടെ പോക്ക്, ഇതെല്ലാം എന്താണെന്ന് ഞാൻ പ്രത്യേക ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് നമ്മുടെ ചാനലിലെ സബ്സ്ക്രിപ്ഷൻ എടുത്തവർക്ക് മാത്രമേ ആ വീഡിയോ കാണാൻ കഴിയത്തുള്ളൂ. ആ വീഡിയോ നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ ജോയിൻ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ചാനലിൽ നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു സ്പെഷ്യൽ വീഡിയോ നിങ്ങൾക്ക് എന്തായാലും കാണാൻ കഴിയും. അപ്പോൾ ആർക്കൊക്കെ അങ്ങനെ തോന്നിയെന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്തേക്കാം. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഹീറോ അവിടെ നിന്ന് പോകാനായിട്ട് വരുമ്പോഴാണ് നമ്പർ 7 ഉണ്ടല്ലോ, അവൻ ഇപ്പോഴും മരിച്ചിട്ടില്ല. അതുകൊണ്ട് അവനെങ്കിലും രക്ഷപ്പെടുത്തി കൊണ്ടുപോകാമെന്നും പറഞ്ഞ് ഹീറോ അവനെ വലിച്ചെടുത്ത് അടുത്തുള്ള കാടിനകത്തേക്ക് കൊണ്ടുപോവാണ്. അങ്ങനെ കൊണ്ടുപോകുമ്പോഴത്തേക്കും ഈ മെഷീൻ പിന്നെയും ഇവരെ അന്വേഷിച്ച് വരുന്നുണ്ട്. ഹീറോ ഇപ്പോൾ ആ ഒരു കാടിനുള്ളിലേക്ക് കയറിയിട്ട് നല്ല മഴ പെയ്യുന്നത് കൊണ്ട് തന്നെ അവരെ വലിച്ച് മുകളിലേക്ക് കൊണ്ടുപോകാൻ കഴിയുന്നില്ല. പലതവണയും കയറിന്റെ പിടിവിട്ട് രണ്ടുപേരും താഴേക്ക് വീഴുന്നു. അങ്ങനെ ഒരു അവസരത്തിൽ ഹീറോയ്ക്ക് പോകാൻ കഴിയാതെ അവനോടൊപ്പം അവിടെ കിടക്കുമ്പോഴത്തേക്കാണ് നമ്പർ 7 പറയുന്നത് ഇതുപോലെ ഹീറോയുടെ സഹോദരനെ അവൻ അറിയാന്ന്. അപ്പോൾ ഹീറോ ചോദിക്കും, നീ എന്തുകൊണ്ട് ഈ കാര്യം എന്നോട് നേരത്തെ പറഞ്ഞില്ല എന്ന് ചോദിക്കുമ്പോൾ എനിക്കത് പറയാൻ കഴിഞ്ഞില്ല എന്ന് പറയും. ഓക്കെ, ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കുമ്പോൾ പെട്ടെന്ന് ആ ഒരു മെഷീൻ ഇവരെ സ്കാൻ ചെയ്യാൻ വേണ്ടി ആ ഒരു കാടിനുള്ളിലൂടെ
ആ സ്കാനിങ് ലൈറ്റ് ഉണ്ടല്ലോ അതിങ്ങനെ കടന്നു പോകുന്നതും ഹീറോ ഇപ്പോൾ നോക്കുമ്പോഴത്തേക്കാണ് കുറച്ച് ദൂരെയായിട്ട് ഒരു വലിയ ടവർ കാണുന്നത്. ഇത് കാണുമ്പോഴാണ് ഹീറോയ്ക്ക് ഒരു കാര്യം മനസ്സിലാവുന്നത്. ഇവർ ഈ വശത്തേക്ക് ഹെലികോപ്റ്ററിൽ ഇവരെല്ലാവരെയും കൊണ്ടുവരുമ്പോഴത്തേക്കും ഒരു ക്വാറി ഉണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ ടവറാണിത്. അങ്ങനെയാണെങ്കിൽ ഈ ക്വാറി ഇവിടെ അടുത്ത് തന്നെയാണ് എന്ന് മനസ്സിലാക്കിയ ഹീറോ നമ്പർ 7 അവിടെ ഇരുത്തിയിട്ട് നീ എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണം, ഞാൻ ഉടനെ തന്നെ വരാമെന്ന് പറഞ്ഞ് അവനെ അവിടെ ഇരുത്തി ഹീറോ നേരെ ആ ഒരു ക്വാറിയിലേക്ക് പോകുന്നു. എന്നിട്ട് അവിടേക്ക് ചെന്ന് അവിടെയുള്ള മെഷീനെല്ലാം സ്റ്റാർട്ട് ചെയ്യും. പക്ഷെ ഇതെല്ലാം എങ്ങനെയാണ് കറക്റ്റ് പ്രവർത്തിപ്പിക്കേണ്ടതെന്ന് അറിയത്തില്ല. അപ്പോൾ ഈ മെറ്റലെ പൊടിച്ചിട്ട് അത് താഴേക്കിടുമല്ലോ, ആ ഒരു മെഷീൻ പ്രവർത്തിപ്പിക്കുന്നത് എങ്ങനെയാണെന്ന് ഹീറോ അതിൻ്റെ റിമോട്ട് എടുത്ത് കയ്യിൽ വെച്ചേക്കും. എന്നിട്ട് ആ ഒരു ഏലിയൻ റോബോട്ട് ഉണ്ടല്ലോ അതിനെ തകർക്കാൻ വേണ്ടി ഹീറോ ഇപ്പോൾ ഒരു പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ആ ഒരു മെഷീനെ കാണിക്കുമ്പോഴത്തേക്കും അത് സർജന്റ് 7 അവൻ്റെ അടുത്തേക്ക് വരുന്നതും അവൻ വിചാരിക്കും അവൻ മരിച്ചെന്ന്. പക്ഷേ അതിനു മുന്നേ നമ്മുടെ ഹീറോ ഒരു ഫ്ലെയർ ഗൺ എടുത്ത് അത് മുകളിലേക്ക് അടിക്കുന്നതും ഈ ഒരു വെളിച്ചം കണ്ട് ആ ഏലിയൻ മെഷീൻ ഹീറോ നിൽക്കുന്ന ആ ഒരു ക്വാറിയിലേക്ക് വരും. അവിടെ വന്നിട്ട് ഇതിപ്പോൾ എല്ലാം സ്കാൻ ചെയ്യാണ്. കുറേ നേരം സ്കാൻ ചെയ്തിട്ട് നമ്മുടെ ഹീറോയെ കണ്ടുപിടിക്കാൻ കഴിയുന്നില്ല. അങ്ങനെ നോക്കുമ്പോഴാണ് ഇതിൻ്റെ മുകളിൽ നിന്നും ആ ഒരു തലയെന്ന് പറയുന്ന ഒരു ഭാഗമുണ്ടല്ലോ അവിടെ നിന്ന് എന്തോ ഒരു പുക മുകളിലേക്ക് പോകുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഒരു എഞ്ചിൻ പ്രവർത്തിക്കുന്നത് പോലെ വേണമെന്നുണ്ടെങ്കിൽ അതാണ് ഇതിൻ്റെ ഹൃദയം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അങ്ങനെ ആ റോബോട്ട് അതിന് മുകളിൽ നിൽക്കുമ്പോഴത്തേക്ക് അതിന് താഴെയായിട്ട് ഹീറോ ബോംബ് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം പൊട്ടിത്തെറിച്ച് ആ ഏലിയൻ റോബോട്ട് പെട്ടെന്ന് താഴേക്ക് വന്ന് വീഴാണ്. ഈ ഗ്യാപ്പിൽ ഹീറോ എന്താ ചെയ്യുന്നറിയോ, അതിനകത്തുള്ള വലിയ മണ്ണ് മന്തുന്ന ഒരു മെഷീൻ ഉണ്ടല്ലോ അതങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് കൊണ്ടുവന്നിട്ട് ഈ റോബോട്ടിനെ ഇടിച്ച് നേരെ ആ മലയുടെ അടുത്തേക്ക് ചീർത്തങ്ങ് നിർത്തും. എന്നിട്ട് തൻ്റെ കയ്യിലുള്ള ആ ഒരു റിമോട്ട് ഓൺ ചെയ്യുന്നതും ഈ മുകളിൽ നിന്നും ഈ പാറ ഒടിച്ചുള്ള ചരലുണ്ടല്ലോ മെറ്റൽ എന്ന് പറയും അത് നേരെ താഴേക്ക് വന്ന് വീഴാണ്. ഇത് വീഴുന്നതോ ഈ റോബോ മെഷീൻ്റെ ഹൃദയം എന്ന് പറയുന്ന ആ ഒരു പുക വരുന്ന ഭാഗത്തേക്ക് അതിനുള്ളിലേക്ക് വീണ് കഴിഞ്ഞാൽ ഇതിന് കറക്റ്റായിട്ട് പ്രവർത്തിക്കാൻ കഴിയത്തില്ല. അത് മനസ്സിലാക്കിയാണ് ഹീറോ അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു മെഷീനാണെങ്കിലോ തിരിച്ച് ഈ ഒരു വണ്ടി തള്ളി മുന്നിലേക്ക് വരുന്നുണ്ട്. പക്ഷെ അപ്പോഴും ഹീറോ അടങ്ങിയിരിക്കുന്നില്ല. ഹീറോ കൊണ്ട് കഴിയുന്ന രീതിയിൽ ആ വണ്ടി ഓടിച്ച് ഈ മെഷീനെ കുറേ നേരം അവിടെ തന്നെ ചേർത്ത് നിർത്തും. അപ്പോൾ ഈ മെഷീനാണെങ്കിൽ വലിയ ടവർ അതെല്ലാം തകർത്ത് താഴേക്കിടുന്നു. എന്ത് ചെയ്തിട്ട് ഒരു കാര്യമില്ല. ഹീറോ അവസാനം ആ ഒരു മെറ്റലെല്ലാം കൂടി ഇതിനുള്ളിലേക്ക് വന്ന് വീഴുന്നതും ഇപ്പം അതിൻ്റെ നിയന്ത്രണം വിട്ട് അത് മൊത്തത്തിൽ ചൂടാവുകയാണ്. അങ്ങനെ ചൂടായി ആ ഒരു മെഷീൻ പൊട്ടി അങ്ങ് തെറിക്കുന്നതും എന്തായാലും ആ ഒരു ഏലിയൻ റോബോട്ട് മെഷീൻ ഇനി ഒരിക്കലും അനങ്ങാൻ പോകുന്നില്ല. അതങ്ങനെ താഴെ വീഴുന്നു. പക്ഷെ അവിടെയാണ് മറ്റൊരു കാര്യം, അതിനുള്ളിൽ ഒരുപാട് ബോംബുകളൊക്കെ ഉണ്ടായിരുന്നല്ലോ അതെല്ലാം ഇപ്പോൾ പെട്ടെന്ന് താഴേക്ക് വന്ന് വീഴുന്നു. ഇത് കാണുമ്പോഴത്തേക്കും ഹീറോ അപ്പോൾ നീ ഇനിയും നിർത്തിയില്ലല്ലേ എന്ന് പറഞ്ഞ് ഒരു ഒറ്റ ഓട്ടം ഹീറോ ഓടി ഈ ഒരു മലയുടെ മുകളിലേക്ക് കയറുന്നതും ആ ബോംബുകളെല്ലാം പൊട്ടിത്തെറിക്കുന്നു. എന്തായാലും ഹീറോയ്ക്ക് വേറെ കുഴപ്പമൊന്നുമില്ല. അവിടെ ഉണ്ടായിരുന്ന ആ ഒരു മെഷീനെ എന്തായാലും ഹീറോ ഇല്ലാണ്ടാക്കിയിട്ടുണ്ട്. എന്നിട്ട് നമ്പർ 7 തൻ്റെ കൂടെയുള്ള ആ ഒരു സുഹൃത്തിനെ പൊക്കിയെടുത്ത് ഹീറോ ഒറ്റയ്ക്ക് അവിടെ നിന്ന് നടന്ന് ഈ ഫിനിഷിംഗ് ലൈനിലേക്ക് വരും. അപ്പോൾ ഇതായിരുന്നു ഹീറോയുടെ ആഗ്രഹം, എങ്ങനെയെങ്കിലും ഈ ഒരു ഫിനിഷിംഗ് ലൈനിലെത്തണം. അതെന്തായാലും അവൻ സാധിച്ചു. അതോടൊപ്പം ഒരു ജീവനെ അവൻ രക്ഷിച്ചു. അപ്പോൾ ഇവിടെ വരുമ്പോഴത്തേക്കും ഇവിടെയും മറ്റുള്ള ക്യാമ്പുകളിലുള്ള ഒരുപാട് പട്ടാളക്കാർക്കും പരിക്ക് പറ്റിയിട്ടുണ്ട്. കാരണം പലയിടങ്ങളിലും ഈ മെഷീൻ പോയിട്ടുണ്ട്. അതുകൊണ്ട് ഇവരെല്ലാവരും അതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇപ്പോൾ അവസാനം നമ്മുടെ ഹീറോയെ ആ ഒരു ക്യാമ്പിനുള്ളിലേക്ക് കൊണ്ടുപോകുമ്പോഴത്തേക്കാണ് ന്യൂസിൽ കാണിക്കുമ്പോൾ ഈ ഏലിയൻ ഷിപ്പുകളുണ്ടല്ലോ അതൊന്നൊന്നുമല്ല, ഒരുപാടെണ്ണം ഭൂമിയിൽ പലയിടങ്ങളിലായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അവിടെയുള്ള എല്ലാ മനുഷ്യരെയും അത് നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഭൂമിയിലുള്ള എല്ലാ ആർമി ഫോഴ്സും ഒരുമിച്ച് ഇതിനായിട്ട് ഫൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തയ്യാറെടുത്തിരിക്കുകയാണ്. അവരെ കൊണ്ട് കഴിയുന്ന രീതിയിൽ അതിനെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ കഴിയുന്നില്ല. അല്ല, നീ മാത്രം എങ്ങനെയാണ് ഈ ഒരു മെഷീനെ നശിപ്പിച്ചത് എന്ന് ഹീറോയോട് ചോദിക്കുമ്പോഴത്തേക്കാണ് ഹീറോ പറയുന്നത്, അതിൻ്റെ മുകളിലത്തെ ഭാഗമല്ലേ, അതിൻ്റെ ഹൃദയഭാഗം എന്ന് വേണമെങ്കിൽ പറയാം, അതില്ലാണ്ടാക്കി കഴിഞ്ഞാലേ അതിനൊരിക്കലും പ്രവർത്തിക്കാൻ കഴിയത്തില്ല. സാർ, നിങ്ങൾ പറഞ്ഞതുപോലെ ഒരു മെഷീന് ഒരു ലിമിറ്റുണ്ട്, അത് കഴിഞ്ഞാൽ ഒരിക്കലും അതിന് പ്രവർത്തിക്കാൻ കഴിയത്തില്ല എന്ന് പറയത്തില്ലേ, അതുപോലെ തന്നെയാണ് ആ ഒരു ഭാഗം നശിപ്പിച്ചാൽ ഇതിനെ പെട്ടെന്ന് ഇല്ലാണ്ടാക്കാൻ കഴിയുമെന്ന് പറയുന്നതും. ഇപ്പോൾ ഹീറോ പറഞ്ഞ ഈ ഒരു വിവരം ഉണ്ടല്ലോ അത് അത്രയും പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് ബാക്കിയുള്ള എല്ലാവരോടും ഈ കാര്യം അറിയിക്കുന്നതും അവർക്കിനി പെട്ടെന്ന് തന്നെ ഈ ഒരു റോബോ മെഷീനെ ഇല്ലാണ്ടാക്കാനായിട്ട് കഴിയും. അതുമല്ല, അടുത്തൊരു ടീമിനെ റെഡിയാക്കിയിട്ട് ഈ യുദ്ധത്തിന് വേണ്ടി പറഞ്ഞു വിടാൻ പോവാണ്. പക്ഷെ അതിനെ ക്യാപ്റ്റനായിട്ട് നിർത്തുന്നതോ നമ്മുടെ ഹീറോയെ. കാരണം ഹീറോയ്ക്ക് ഇതിൽ എക്സ്പീരിയൻസ് ഉണ്ട്. അതുകൊണ്ട് ഹീറോയോട് വന്ന് സംസാരിക്കാൻ പറയുമ്പോൾ ഹീറോ തൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് പുതുതായിട്ട് വന്ന എല്ലാ സോൾജേഴ്സിനോടും അവനിങ്ങനെ സംസാരിക്കുകയാണ്. അപ്പോൾ അവർക്കെല്ലാവർക്കും ഒരു മോട്ടിവേഷൻ കൊടുത്ത് ഇപ്പോൾ അവിടെ നിന്നും എല്ലാവരും ഹെലികോപ്റ്ററിലേക്ക് കയറി ഈ വാർ മെഷീൻസുമായിട്ട് യുദ്ധം ചെയ്യാൻ വേണ്ടി അവർ തയ്യാറെടുത്ത് പോകുന്നു. അങ്ങനെ പോകുമ്പോഴത്തേക്കും ഇപ്പോൾ ഹെലികോപ്റ്ററിലുള്ള പല ആളുകളുടെ പേര് അതിലുള്ള ഒരാൾ വായിക്കുകയാണ്. പക്ഷെ നമ്മുടെ ഹീറോയുടെ പേര് മാത്രം അവർക്കറിയാൻ കഴിയുന്നില്ല. പക്ഷേ ഹീറോ ആണെങ്കിലോ തൻ്റെ അടുത്ത യുദ്ധത്തിന് വേണ്ടി തയ്യാറായിട്ടിരിക്കുന്നതും ഈ മൂവി ഇവിടെ വെച്ച് അവസാനിക്കുന്നു. ഒരുപക്ഷെ ഇതിനൊരു സെക്കൻഡ് പാർട്ട് ഉണ്ടാവാം, അറിയത്തില്ല. ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും അതും ചെയ്യാം.
ഇപ്പോൾ ഈ മൂവി എത്രത്തോളം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കമൻറ്റ് ചെയ്യുക. എന്തായാലും ഒരു ആക്ഷൻ ത്രില്ലർ മൂവിയാണ്. നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് കാണാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നല്ലൊരു സ്ക്രീനിൽ, അതും നല്ലൊരു സൗണ്ട് ക്വാളിറ്റി സിസ്റ്റം, അല്ലാന്നുണ്ടെങ്കിൽ നല്ലൊരു ഹെഡ്സെറ്റ് എല്ലാം വെച്ച് കാണാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. അങ്ങനെ കൂടി ഒന്ന് കാണാൻ ശ്രമിക്കുക. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഈ മൂവി മറ്റൊരു മൂവിയായിട്ട് നല്ല സാദൃശ്യമുണ്ടെന്ന്. ആ മൂവിയെ പറ്റിയുള്ള ഒരു ഡീറ്റെയിൽ വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്. അത് കാണുന്നുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും ചാനലിലൊന്ന് ജോയിൻ ചെയ്തേക്കുക. അങ്ങനെയാണെങ്കിൽ ആ ഒരു വീഡിയോ, അതേപോലെ തന്നെ നമ്മൾ നാളത്തേക്ക് അപ്ലോഡ് ചെയ്യുന്ന സിനിമകളെല്ലാം നേരത്തെ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അതുകൊണ്ട് മറക്കാതെ ഒന്ന് ചെയ്തു വെച്ചേക്കുക. അപ്പോൾ അടുത്തൊരു നല്ല മൂവിയായിട്ട് ഉടനെ തന്നെ വരാം. അതുവരെയും ബൈ.